Recording in progress. Recording in progress. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ മൈൻഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സോ വി ഓൾ ആർ സ്റ്റഡിയിങ് അബൌട്ട് ദ മൈൻഡ്, ദ മിസ്റ്ററി ഓഫ് മൈൻഡ്. ഇന്നലെയാണ് നമ്മുടെ ക്ലാസ് തുടങ്ങിയത്. അപ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ച വിഷയം ജസ്റ്റ് ഒരു ലഘൂകരിച്ച് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇന്നലെ നമ്മൾ പഠിച്ചത് മനസ്സ് ബ്രെയിൻ അല്ല എന്നാണ്, തലച്ചോറല്ല. തലച്ചോറിൽ കൂടെ അല്ല നമ്മുടെ മനസ്സ് പ്രൊഡ്യൂസ് ആകുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് ഒന്നാമത്തെ പോയിന്റ് ആയിരുന്നു ഞാൻ സംസാരിച്ചത്. രണ്ടാമത്തെ പോയിന്റ് ഞാൻ സംസാരിച്ചത് മൈൻഡ് ദൈവത്തിൻ്റെ ഗിഫ്റ്റ് ആയിരുന്നു എന്നാണ്. അപ്പം അതുകൊണ്ട് ഇതെങ്ങനെയാണ് തലച്ചോറിൽ കൂടെ വർക്കൗട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ തലച്ചോർ കൂടാതെ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത്, ഇതൊരു മിസ്റ്ററി പാർട്ടാണ്, ഇതൊരു രഹസ്യമാണ്. രഹസ്യമാണെങ്കിൽ പോലും പരിശുദ്ധാത്മാവിൽ ഇതിൻ്റെ ഫങ്ഷണാലിറ്റിയെക്കുറിച്ച് നമുക്ക് തിരുവഴുത്തിൽ കൂടെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ദൈവം അനുവദിച്ച പോയിന്റ് വരെ നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. ഇന്നലെ നമ്മൾ കേട്ടിരുന്നു, മനസ്സ് ഒരു സേക്രഡ് സ്പേസ് ആണ്, ദൈവം ഇടപെടുന്ന ഒരു സ്പേസ് ആണ്, സേക്രഡ് സ്പേസ് ആണ്. അപ്പോൾ തന്നെ ഇതൊരു ബാറ്റിൽ ഫീൽഡാണ്, ബാറ്റിൽ ഗ്രൗണ്ടാണ്, പോർക്കളത്തിൻ്റെ ഒരു ഭൂമിയാണ്. ഇവിടെയാണ് സാത്താൻ കടന്നു വന്ന് മെൻ്റൽ സോണിനകത്ത് ടെംപ്റ്റേഷൻ കൊണ്ടുവരുന്നത്. ഇപ്പോൾ യേശുവിൻ്റെ വിൽഡർനെസ് പരീക്ഷ അതൊരു മെൻ്റൽ സോണിൻ്റെ പരീക്ഷയായിരുന്നു എന്ന് നാം ഇന്നലെ കേൾക്കുകയുണ്ടായി. അതിന് തെളിവായ ചില ഭാഗങ്ങൾ നാം ഇന്നലെ ശ്രദ്ധിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് നമ്മൾ ചിന്തിച്ച കാര്യമായിരുന്നു, മനുഷ്യൻ്റെ മനസ്സ് ചില കാര്യങ്ങളെ ഫീൽ ചെയ്യാൻ വേണ്ടി മാത്രമല്ല ദൈവം ഉണ്ടാക്കിയത്. മനസ്സിന് സഞ്ചരിക്കാൻ കഴിയും, മനസ്സിന് കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയും, മനസ്സ് സ്വർഗത്തിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി കഴിയും. ലൈറ്റിൻ്റെ വേഗതയെക്കാളും അതിവേഗത്തിൽ മനസ്സിന് സഞ്ചരിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അതിന് ആധാരമായ വാക്യം നമ്മൾ എടുത്തത് കൊലോസ്യർ 3:1-2 വാക്യമായിരുന്നു. ലാസ്റ്റ് നമ്മൾ കേട്ടത് മനസ്സിനകത്ത് ഡിഫറെൻറ്റ് അറകൾ ഉണ്ട് എന്നാണ്, ഡിഫറെൻ്റ് അറകൾ. അപ്പോൾ ഈ അറകൾക്കകത്ത് ഫീലിങ്സ് ഉണ്ട്, ദൈവത്തിൻ്റെ കമ്മീഷൻസ് ഉണ്ട്. അപ്പോൾ തന്നെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കറൻസീസ് ഉണ്ട്. ഒരുപക്ഷെ ഈ കറൻസീസ് നമ്മുടെ അകത്ത് ഈ ഭൂമിയോട് ബന്ധപ്പെട്ട ഒരു ഫീലിങ്സ് ആകാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് നേച്ചറിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കുന്നു, വലിയ വലിയ മോണുമെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, ആർക്കിടെക്ചറൽ വണ്ടേഴ്സിനെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഞെട്ടാറുണ്ട്. അപ്പം നമുക്കൊരു കൗതുകം തോന്നാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വാസ്തവത്തിൽ സ്വർഗത്തിലെ റലത്തോട് ബന്ധപ്പെട്ട എൻ്റെ ഒരു ആകാംക്ഷയാണ്, എൻ്റെ ഒരു വാഞ്ചയാണ്. ഞാൻ അതിനോട് എനിക്കൊരു കൂറുള്ളത് കൊണ്ട് അതെനിക്ക് പ്രാപിക്കാനോ കാണാനോ കഴിയാതിരിക്കുമ്പോഴത്തേക്ക് ഭൂമി സംബന്ധമായി ഉള്ള ദൃശ്യങ്ങളെ കണ്ടിട്ട് എനിക്ക് അതിനോടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകുകയാണ്. അപ്പോൾ അതൊരു താക്കോലായി നമ്മുടെ ഉള്ളിൽ ദൈവം തന്നേക്കുന്ന ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. അപ്പോൾ അതിൽ കൂടെ എനിക്ക് സ്വർഗത്തിൻ്റെ ഗേറ്റ് വേ ഓപ്പൺ ചെയ്ത് എൻ്റെ മനസ്സിനെ അങ്ങോട്ട് എനിക്ക് സഞ്ചരിപ്പിക്കാൻ വേണ്ടി കഴിയും. സോ ഇത്രയും കാര്യങ്ങളാണ് നാം ഇന്നലെ കേൾക്കാൻ വേണ്ടി ഇടയായി തീർന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്ന ഭാഗം സ്ട്രക്ചർ ഓഫ് മൈൻഡ് ആണ്. സ്ട്രക്ചർ ഓഫ് മൈൻഡ്, മനസ്സിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നാം കേൾക്കാൻ വേണ്ടി, നാം ശ്രദ്ധിക്കാൻ വേണ്ടി പോകുകയാണ്. സ്ട്രക്ചർ. അപ്പം ഇന്നത്തെ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. മർക്കോസ് 3-ാം-അധ്യായം 27-ാമത്തെ യേശു ഭൂതങ്ങളെ പുറത്താക്കുമ്പോഴത്തേക്ക് യൂതന്മാർ പറയുകയാണ്, ഇവൻ ബെൽസബൂബിൻ്റെ സഹായത്താലാണ് ഭൂതത്തെ പുറത്താക്കുന്നത്. അപ്പോൾ അതിന് യേശു കൊടുത്ത ഒരു മറുപടിയുണ്ട്.
യേശു പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: ബലവാനെ പിടിച്ച് കെട്ടാതെ അവൻ്റെ വീട്ടിനകത്ത് കയറി അവൻ്റെ കോപ്പുകൾ കവർന്നെടുക്കാൻ വേണ്ടി കഴിയത്തില്ല എന്നാണ് പറഞ്ഞത്. കെട്ടിക്കഴിഞ്ഞാൽ അവൻ അകത്ത് കയറി ആ കോപ്പുകളെ കവറാൻ വേണ്ടി കഴിയുമെന്നാണ് യേശു പറയുവാനിടയായത്. അപ്പോൾ യേശു ഇവിടെ പറയുമ്പോഴത്തേക്ക് ഈ വാക്യത്തിനകത്ത് 4 പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒന്നെന്ന് പറഞ്ഞാൽ വീടാണ്. 2 ബലവാനെ കുറിച്ചുള്ള ഒരാശയമാണ്. 3 കോപ്പുകൾ, തിങ്സ്, ഗുഡ്സ് എന്നാണ്. 4-മത്തേത് കെട്ടുന്നവൻ ആരാണ്? കെട്ടുന്നവൻ. അപ്പൊ ഈ 4 കാര്യത്തെക്കുറിച്ച് നമുക്ക് ഈ ഭാഗത്തിൽ കാണാൻ വേണ്ടി കഴിയും. ഇതിനെക്കുറിച്ച് പല തരത്തിലെ പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. ഞാൻ അതിനെ ഒന്നും വിധിക്കുകയല്ല, അതെല്ലാം അതിൻ്റെ പെർസ്പെക്റ്റീവിൽ ശരിയാകാൻ വേണ്ടി സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ എൻ്റെ മനസ്സിനകത്ത് ദൈവം തന്നിരിക്കുന്ന ആശയം, ഇല്ലുമിനേഷൻ, വെളിച്ചമാണ് ഞാനിന്ന് പകരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കാര്യം പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇതിനെ ചരിത്രത്തിൽ കൺഫേം ചെയ്തിരുന്നു. പല മിസ്റ്റിക് സെയിൻറ്റ്സ്, പ്രത്യേകിച്ച് ആദിമസഭയുടെ ഡെസർട്ട് ഫാദേഴ്സ് എന്ന് പറയുമ്പോൾ സന്യാസ ജീവിതം നയിച്ച് ഗുഹകളിലും നദിയുടെ തീരത്തിൽ ഒരു ചെറിയൊരു ചെറ്റക്കുടിൽ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇരുന്ന് ദൈവത്തെ ധ്യാനിക്കുന്ന, ലോകത്തെയും മോഹത്തെയും വെടിഞ്ഞ് ദൈവത്തോട് മാത്രം കൂറിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കഷ്ടം അനുഭവിച്ച ഡെസേർട്ട് ഫാദേഴ്സ്, അവരുടെ കൃതികളുണ്ട്. അപ്പോൾ തന്നെ ജൂയിഷ് സിസ്റ്റത്തിൻ്റെ ആദിമ പഠനങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ അകത്ത് കത്തിയ ആ ഒരു വെളിപ്പാട് അവരുടെ മനസ്സിനകത്തും കത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പുതിയ ഒരു നൂതന പ്രതിഭാസമല്ല ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. എനിക്ക് മുൻപേ അനേക ദൈവദാസന്മാർ ഈ വിഷയത്തെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് സഭയ്ക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇവിടെ വീട് മനസ്സാണ്. ഇവിടെ പറഞ്ഞ വീട് മനസ്സാണ്. ഇവിടെ പറഞ്ഞ ബലവാനൻ മറ്റാരുമല്ല, മനസ്സിൻ്റെ അകത്ത് ഇരുട്ടിൻ്റെ ലോകത്തിൽ രാജ്യം ചെയ്യുന്ന, ഭരിക്കുന്ന പിശാചാണ്. നമുക്ക് 2 കൊറിന്ത്യൻസ് 4-ാമത്തെ അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുട്ടാക്കിയിരിക്കുന്നു, ബ്ലൈൻഡ് ആക്കിയിരിക്കുന്നു. ബ്ലൈൻഡ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ്സ് എ ഡാർക്ക്നെസ്, ഇരുട്ടാണ്. അപ്പോൾ ഇരുട്ട് എവിടെയാ ഉള്ളത്? അവിടെ ഭരിക്കുന്നത് പിശാചാണ്. അപ്പോൾ ലോകത്തിൻ്റെ ഭരണാധികാരി, ലോകത്തിൻ്റെ ദൈവം എങ്ങനെയാണ് ഈ പിശാചായി മാറിയത്? ഇരുട്ടിൻ്റെ ആധിപത്യമുള്ളത് കൊണ്ടാണ്. എന്താ അതിൻ്റെ അർത്ഥം? അജ്ഞതയാണ്, അറിവില്ലായ്മയാണ്, ഇഗ്നോറൻസ് ആണ്. അപ്പോൾ അവിടെ ആ മേഖല ഉള്ളിടത്തോളം കാലം വരെ അവൻ ബലപ്പെട്ടിരിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥമാകുന്നത്. അപ്പൊ ആ വീടിനകത്തിരിക്കുന്ന കോപ്പ് എന്താ? മനസ്സിനകത്തിരിക്കുന്ന ഗുഡ്സ് എന്താണ്? മനസ്സിൻ്റെ അകത്തിരിക്കുന്ന ഗുഡ്സ് വെളിപ്പെടാൻ വേണ്ടി ഇരിക്കുന്ന ഡിവൈൻ സ്പാർക്കുകളാണ്. ഡിവൈൻ സ്പാർക്കുകൾ, അതിന് വളർച്ചയിൽ എത്താതിരിക്കുന്ന, പൊട്ടൻഷ്യലി ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ രാജ്യത്തെ വെളിപ്പെടുത്തുന്ന നമ്മുടെ അകത്തിരിക്കുന്ന ദൈവത്തിൻ്റെ നന്മകളാണ്, ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് ആണ്, കൃപാവരങ്ങളാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം ദൈവത്താൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഡിവൈൻ റെവലേഷന്റെ വിത്തുകളാണ്. ഈ വിത്തുകളെ എല്ലാം അവൻ മോഷ്ടിച്ച് അതിനെ മൊത്തം മൂടി വച്ചേക്കുകയാണ്. അപ്പോൾ ഈ അവസ്ഥയെ നമുക്ക് റിഡീം ചെയ്യണമെങ്കിൽ അവനേക്കാളും ശക്തനായ ഒരാള് വീടിനകത്ത് കയറണം. ഇവിടെ ഈ ശക്തനായ ആളാ മറ്റാരുമല്ല, ഈ ശക്തനായ ആള് നമ്മുടെ അരിമനാഥൻ യേശു കർത്താവാണ്. യേശു ആണ് പറഞ്ഞത്, ഞാൻ ഭൂതത്തെ പുറത്തിറക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെയാണ് എന്ന് യേശു പറഞ്ഞു. ഞാൻ ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ വിരലുകൾ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്തിറക്കുന്നത് എങ്കിൽ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്നല്ല, ദൈവരാജ്യം വന്നിരിക്കുന്നു എന്ന യേശു കർത്താവ് പറഞ്ഞത്. അപ്പൊ എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യം മനുഷ്യന്റെ മനസ്സിന്റെ പ്രൈമറി അറകൾക്കകത്ത് വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. യേശുവിൻ്റെ വചനത്തിൻ്റെ പ്രാബല്യമാണ്, അതിൻ്റെ മഹത്വമാണ്, അതിൻ്റെ ശക്തിയോടുകൂടെ വെളിപ്പെട്ട് വരുന്ന ഡിവൈൻ സാന്നിധ്യമാണ്.
യേശു ഈ മനസ്സിനകത്ത് റിലീസ് ആകുമ്പോഴത്തേക്ക് സ്ട്രോങ് മാൻ കെട്ടപ്പെടുകയാണ്. ഇതിനെ കുറച്ചുകൂടി ഓപ്പൺ ആക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മനസ്സിന്റെ പ്രൈമറി അറയ്ക്കകത്ത് പൈശാചിക ചിന്തകൾ, പൈശാചിക ശക്തികൾ അതിനെ മൊത്തം വാണ് നമ്മളെ കീഴടക്കുന്ന ഒരു മേഖലയുണ്ട്. അപ്പോൾ ഈ മേഖല പൊട്ടിക്കാൻ വേണ്ടിയാണ് യേശു പറഞ്ഞത്, യഹോവയുടെ അഭിഷേകം എൻ്റെ മീതെ ഉണ്ട് എന്നാണ്. എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? ബദ്ധന്മാരെ മോചിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ്. ബൈൻഡ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ തളർത്തപ്പെട്ട് കിടക്കുന്ന, തകർക്കപ്പെട്ട് കിടക്കുന്ന, ഏതോ അടിമയ്ക്കകത്ത് നുഖത്തിനകത്ത് കിടക്കുന്ന വ്യക്തികളെ റിലീസ് ചെയ്യാൻ വേണ്ടി അഭിഷേകത്തിന് ശക്തിയോടുകൂടെ ഭൂമിയിൽ ഭൂജാതനായ യേശു കർത്താവാണ് ആ ശക്തൻ. അപ്പൊ നമ്മുടെ മനസ്സിന്റെ അറയ്ക്കകത്ത് യേശു വെളിപ്പെട്ട് വരുമ്പോഴത്തേക്കാണ് ഡിവൈൻ ശക്തിയിൽ കൂടെ ഒരു ഫ്രീഡം ഉണ്ടായി നമ്മുടെ അകത്തിരിക്കുന്ന മനസ്സിന്റെ അകത്ത് ദൈവം നൽകിയിരിക്കുന്ന കോപ്പുകൾ, ആ ഗുഡ് തിങ്സ് ഒക്കെ അതിന് റെവലേറ്ററി ഫാക്ടറിയിൽ കൂടെ വെളിപ്പെട്ട് ഈ സമൂഹത്തിൽ ദൈവരാജ്യത്തിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ദൈവരാജ്യം വെളിപ്പെടണമെങ്കിൽ എൻ്റെ മനസ്സിന്റെ അറകൾക്കകത്ത് യേശു കർത്താവിന്റെ ശക്തി വെളിപ്പെടാൻ വേണ്ടി ഇടയായി തീർന്നു. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, ഒടുവിൽ നിങ്ങൾ ക്രിസ്തു യേശുവിന്റെ ശക്തിയിൽ നിങ്ങൾ ബലപ്പെടാൻ വേണ്ടി ഇടയാകണം. ശക്തൻ യേശുവാണ്. ആ ശക്തിയിൽ നമ്മൾ ബലപ്പെട്ടിരിക്കുമ്പോഴത്തേക്കാണ് ബലവാനെ പിടിച്ചു കെട്ടാൻ വേണ്ടി അഭിഷേകം നമ്മുടെ അകത്ത് വെളിപ്പെടാൻ വേണ്ടി പോകുന്നത്. ആ അധികാരത്തോടെ, ആ വെളിപ്പാടോടുകൂടെ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി ഇടയാകട്ടെ. യേശു നമ്മളിൽ വാഴട്ടെ. നമ്മളിൽ, നമ്മുടെ അകത്ത് ബലവാനേക്കാളും ബലവാൻ ആരാണ്? യേശു കർത്താവാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, നമ്മുടെ അകത്തുള്ളവൻ പുറത്തുള്ളവനേക്കാളും ശക്തനാണ് എന്ന് പറയാൻ വേണ്ടി ഇടയായത്. അപ്പോൾ അകത്തിരുന്ന ആളിനെ പുറത്തിറക്കിയിട്ട് യേശു വാഴുന്ന ആ സ്ഥലമാണ് നമ്മുടെ മനസ്സ്. അതിൻ്റെ തുടക്കമാണ് വിൽഡർനെസ്സിനകത്ത് യേശു കർത്താവ് പോയി പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ എന്നെ വിട്ട് പോ എന്ന് യേശു പറയാൻ വേണ്ടി ഇടയായത്. പറഞ്ഞ മെന്റൽ സോണിനകത്ത് പിശാചിന്റെ ശബ്ദം മുഴങ്ങാതെ, പിശാചിൻ ടെംപ്ടേഷൻ യേശുവിനെ വീഴ്ത്താതിരിക്കേണ്ടതിന് വേണ്ടി യേശു പറയുക, എന്നെ വിട്ട് പോ സാത്താനെ. അപ്പോൾ സാത്താനെ റിബ്യൂക്ക് ചെയ്യുന്ന, കാസ്റ്റ് ഔട്ട് ചെയ്യുന്ന ആ മണ്ഡലമാണ് മെന്റൽ സോണിന്റെ അകത്ത് കർത്താവ് ചെയ്യുന്ന ഏറ്റവും വലിയ വിക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ വിക്ടറി ദൈവത്താൽ നമുക്ക് എല്ലാവർക്കും കൂടെ കർത്താവ് ഇന്ന് നൽകാൻ വേണ്ടി പോകുന്നതിനെ വിശ്വസിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി ഇടയാകട്ടെ. ശ്രദ്ധിക്കണേ, മൈൻഡ് സ്ട്രക്ചർ എന്താണ്? മൈൻഡ് സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോഡിയെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ബോഡിയെ കുറിച്ച് പഠിച്ചിരിക്കണം, അനാറ്റോമിയെ കുറിച്ച് പഠിച്ചിരിക്കണം. ബോഡി അനാറ്റോമിയെ കുറിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ ബോഡിയെ ശരിക്കും ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഹാർട്ടിനെ കുറിച്ച് പഠിച്ചിരിക്കണം. കിഡ്നി സംബന്ധമായ കാര്യങ്ങൾ നടത്തണമെങ്കിൽ കിഡ്നിയെ കുറിച്ച് പഠിച്ചിരിക്കണം. അപ്പൊ മനുഷ്യൻ എന്തിനെയാണ് ഓപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ സ്ട്രക്ചറിനെ താൻ പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. താൻ ഏത് ആയുധമാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്, താൻ ആയുധത്തിന്റെ ഓപ്പറേഷനെ, സ്ട്രക്ചറിനെ പഠിച്ചിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ മൈൻഡിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ മൈൻഡിന്റെ ഓപ്പറേഷനെ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ മൈൻഡിന്റെ സ്ട്രക്ചറിനെ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യന്റെ മനസ്സ് രണ്ട് തരത്തിൽ നമുക്ക് തിരിക്കാൻ പറ്റും. വി ക്യാൻ ഡിവൈഡ് ദ മൈൻഡ് ഓഫ് ഹ്യൂമാനിറ്റി ഇൻടു ടു കാറ്റഗറി. ഒന്നാമത്തെ കാറ്റഗറിയാണ് അൺബിലീവേഴ്സ്, അത് അവിശ്വാസികൾ. രണ്ടാമത്തേതാണ് വിശ്വസിക്കുന്നവർ, ദൈവത്തെ വിശ്വസിക്കുന്ന കൂട്ടറാണ് രണ്ടാമത്തെ കൂട്ടർ. അപ്പോൾ ഒന്നാമത്തെ കൂട്ടറടുത്ത് നമുക്ക് വരാം, അവിശ്വാസികളാണ്. ഈ അവിശ്വാസി വ്യക്തിയുടെ മനസ്സ് ആക്ച്വലി രണ്ട് കോമ്പണന്റ് ഒരുമിച്ച് കൂടി പ്രവർത്തിക്കുന്ന ഒരു മനസ്സാണ്. അതാണ് ഒന്നാമത്തത് നെഫേഷ്. അത് ഹീബ്രു വാക്കാണ് നെഫേഷ്. നോട്ട് ചെയ്തു, നെഫേഷ് എന്ന വാക്ക്. നമുക്ക് നെഫേസിന്റെ തത്തുല്യമായ ഒരു വാക്ക് കണ്ടെത്തണമെങ്കിൽ ഇച്ചിരി പ്രയാസമാണ്. എങ്കിലും നമുക്ക് വേണമെങ്കിൽ മൃഗീയ സ്വഭാവമുള്ള ദേഹി എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. മൃഗത്തിൻ്റെ സ്വഭാവത്തോട് അനുരൂപം ആകുന്ന ഒരു നേച്ചറാണ് നെഫേഷ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെയാണ് റൂഹ. റൂഹ എന്ന് പറയുമ്പോൾ അത് ശ്വാസം എന്നാകാം, കാറ്റെന്നാകാം. നമുക്കറിയാം ആത്മാവ്.
അപ്പോൾ ആത്മാവും മൃഗീയ നേച്ചർ, ഈ രണ്ട് നേച്ചറോട് കൂടെയാണ് അവിശ്വാസികളുടെ അകത്ത് മനസ്സ് വർക്കൗട്ട് ചെയ്യുന്നത്. രണ്ടാമത്തേത് കാറ്റഗറിയാണ് വിശ്വാസികൾ. ഈ വിശ്വാസികളുടെ അകത്ത് ഒരു എക്സ്ട്രാ സംഗതി ആക്റ്റീവാണ്. എന്താണ് എക്സ്ട്രാ സംഗതി? ആ എക്സ്ട്രാ സംഗതിയാണ് നഷ്മ. നഷ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം ആദത്തെ മണ്ണ് കൊണ്ട്, പൊടി കൊണ്ട് ഉണ്ടാക്കി എന്നാ പറഞ്ഞ. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്നാണ്. ആ ജീവശ്വാസത്തിന് വേണ്ടിയുള്ള ഹീബ്രു വാക്കാണ് നഷ്മ. നഷ്മ എന്ന് പറയുമ്പോൾ ഡിവൈൻ കോമ്പോണന്റ് ആണ്. ദൈവത്തിൽ നിന്ന് ഇറങ്ങിയതാണ്, ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതാണ്, ദൈവത്തിൽ ഉണ്ടായിരുന്ന ഒരു എനർജിയാണ് നഷ്മ. ഇത് ദൈവം കൊടുത്തത് ആർക്കാ? ആദമിൻ്റെ മൂക്കിൽ ഊതി കർത്താവ് അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ പാപം ചെയ്യുന്ന മുൻപേ മനുഷ്യൻ നഷ്മയോട് കൂടെ ആക്റ്റീവായിരുന്നു. തനിക്ക് നെഫേഷ് ഉണ്ട്. നെഫേഷ് എന്ന് പറയുമ്പോൾ താൻ ലിവിങ്, താൻ ജീവിക്കുന്ന ഒരു പ്രാണിയായി മാറി, താൻ ജീവിക്കുന്ന ഒരു നെഫേഷായി മാറി എന്നാണ്, ലിവിങ് ക്രീച്ചറായി മാറി എന്നാണ് ബൈബിൾ പറയുന്നത് ഈ നഷ്മ വന്നപ്പോഴത്തേക്ക്. അപ്പൊ തൻ്റെ ആ മൃഗീയത്വം, തൻ്റെ ആ ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ആക്ച്വലി അതിനകത്ത് ഒരു ദൈവത്തിൻ്റെ സബ്ജക്ഷൻ ഉണ്ട്, അതിനകത്തൊരു ലൈറ്റ് ഉണ്ട്, ഒരു ലൈഫുണ്ട് അതിനകത്ത്. അതുകൊണ്ട് ജീവിക്കുന്ന ദേഹിയായി മാറി എന്ന് പറയാൻ വേണ്ടി ഇടയായിത്തത്. അപ്പൊ ദേഹിക്ക് വേണ്ടിയുള്ള വാക്കാണ് നെഫേഷ് എന്ന വാക്ക്. അപ്പൊ ഈ നെഫേഷ് ആക്റ്റീവായിരുന്നു. നഷ്മയിൽ ഇതിന് ലൈറ്റ് പ്രാപിച്ച് ദൈവത്തോട് കൂടെ സംസാരിക്കുന്ന, ദൈവത്തെ ഫീൽ ചെയ്യാൻ കഴിയുന്ന, ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്ന, ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അറ്റ്മോസ്ഫിയർ, ഏദൻ തോട്ടത്തിൻ്റെ പാരഡൈസ്, ഡിവൈൻ റലം വെളിപ്പെടുന്ന, മറ്റുള്ള പല സ്പിരിച്വൽ റലത്തിൻ്റെ ഓപ്പണിംഗ് ഗേറ്റ് ആയിരുന്ന, അസാധാരണ നിലവാരത്തിൽ ദൈവത്തിൻ്റെ ഗുപ്തമായ കാര്യത്തെ, രഹസ്യമായ കാര്യത്തെ തിരിച്ചറിയാനും ആരാഞ്ഞറിയാനും വേണ്ടിയുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്ന ആ മനസ്സായിരുന്നു പാപം ചെയ്യുന്ന മുൻപേ മനുഷ്യൻ്റെ മനസ്സ്. ആക്റ്റീവായ മനസ്സായിരുന്നു. എന്നാൽ പാപം ചെയ്തപ്പോഴത്തേക്ക് നഷ്മ, ഡിവൈൻ പാർട്ടിൽ നിന്ന് മനുഷ്യൻ്റെ മനസ്സ് സെപ്പറേറ്റ് ആകാൻ വേണ്ടി ഇടയായിത്തീർന്നു. സെപ്പറേറ്റ് ആകുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ട് വ്യാപരിക്കുകയാണ്. എഫെസ്യൻസ് 4-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, അവരുടെ മനസ്സ് ഇരുണ്ടുപോയി. എങ്ങനെ? ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നത് കൊണ്ടാണെന്ന് പറയുകയാണ്. അപ്പോൾ പാപം നിമിത്തം സംഭവിച്ച എന്താണ്? ദൈവത്തിൻ്റെ ജീവൻ, അതെന്താണ്? നഷ്മ. ആ നഷ്മയിൽ നിന്ന് മൈൻഡ്, മനുഷ്യന്റെ മൈൻഡ് അകന്നു, തെറ്റിപ്പോയി, സ്ലിപ്പായി പോയി. അതുകൊണ്ട് സംഭവിച്ച എന്താ? ഡാർക്ക്നെസ് അവിടെ വ്യാപരിച്ചു. അപ്പൊ ഈ ഡാർക്ക്നെസ് എന്താണ്? ഇഗ്നോറൻസ് ആണ്, അറിവില്ലായ്മയാണ്, അറിയാൻ കഴിയാത്ത ഒരു മേഖലയാണ്. ആഗ്രഹമുണ്ടെങ്കിൽ പോലും കാണാൻ കഴിയാത്ത മേഖല, കേൾക്കാൻ കഴിയാത്ത മേഖല, ബന്ധപ്പെടാൻ കഴിയാത്ത മേഖല, ശ്രമിച്ചാൽ പോലും വെളിപ്പെടാത്ത ഒരു മേഖല. എന്താ കാര്യം? ഡാർക്ക്നെസ് ആണ്. അവിടെ തിരിച്ചറിവില്ല, അവിടെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് ആ ഡാർക്ക്നെസ്സിൽ വാഴുന്ന ആരാ? പിശാച്. സ്ട്രോങ് മാൻ, ശക്തിയോടുകൂടെ മനസ്സിനെ കീഴടക്കി വാണോണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ വാഴ്ചയാൽ ഈ ലോകത്തിലൊരു സിസ്റ്റം ഡെവലപ്പായി. ആ സിസ്റ്റമാണ് ലോകത്തിൻ്റെ ആദ്യ പാഠം. ആ സിസ്റ്റമാണ് ലോകത്തിൻ്റെ മതങ്ങൾ. എവിടുന്ന് വന്നു? നെഫേഷ് ആൻഡ് റൂഹ, ഈ രണ്ടും കൂടെ ഡാർക്ക് ആയതുകൊണ്ട് ഈ ഡാർക്ക്നെസ്സിനകത്ത് പിശാച് വാണ് തൻ്റെ ഫോസ്കുകളെ ഈ ഭൂമിയിൽ സ്ഥാപിച്ചു, തൻ്റെ സാമ്രാജ്യം സ്ഥാപിച്ചെടുത്തു. അങ്ങനെ തൻ്റെ കിങ്ഡത്തെ താൻ സ്ഥാപിച്ചത് ഫോസ്കിന്റെ മുകളില്ല, ഇരുട്ടിന്റെ മുകളില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് പിശാചിന്റെ കിങ്ഡം ഇരുട്ടിന്റെ സാമ്രാജ്യമാണ്. അപ്പോൾ ഇരുട്ടിന്റെ സാമ്രാജ്യം മനസ്സിന്റെ സാമ്രാജ്യമാണ്. മനസ്സിന്റെ അകത്താണ് പിശാചിന്റെ വിത്തുകൾ അവൻ ഇടുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു വയലിനകത്ത് ഒരു യജമാനൻ, ഒരു വലിയ ആള്, ഫാർമർ നല്ല വിത്തുകളെ വിതച്ചു. പക്ഷെ ഇരുട്ടായപ്പോൾ, രാത്രി ആയപ്പോഴത്തേക്ക്
ശത്രു വന്നിട്ട് കാട്ടുവിത്തുകളെ അവിടെ വിതച്ചു എന്ന് പറഞ്ഞേ. അപ്പോൾ സാത്താന് വിത്ത് വിതയ്ക്കാൻ വേണ്ടി കഴിയും. എവിടെ? ആ മനസ്സിന്റെ സോണിനകത്ത് തന്നെ സാത്താന് വിത്ത് വിതയ്ക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ സാത്താൻ വിത്ത് വിതയ്ച്ചു, അത് ഒന്നിച്ച് വളരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള മേഖലയ്ക്കകത്ത് പിശാചിന്റെ വാഴ്ചയാൽ ഒരു വ്യക്തിയുടെ മനസ്സിൽ കൂടെ ചാഞ്ചല്യം പുറത്തു വരുന്നു, ദൈവത്തിന്റെ ഹിതത്തിന് എതിരെയുള്ള വാക്കുകൾ പുറത്തു വരുന്നു, മനുഷ്യനോട് ബന്ധപ്പെട്ട അസൂയ പുറത്തു വരുന്നു, ബിറ്റർനെസ് പുറത്തു വരുന്നു, ഈ ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ പുറത്തു വരുന്നു, ദൈവ കിങ്ഡത്തിന് എതിരെയുള്ള കുറ്റങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ കുറ്റത്തിന്റെ സാമ്രാജ്യം, ഒറ്റിക്കൊടുക്കുന്ന സാമ്രാജ്യം, പോസ്റ്റിന്റെ സാമ്രാജ്യം, ദൈവത്തിന്റെ എതിരെ നിൽക്കുന്നവരുടെ സാമ്രാജ്യം, ഇരുട്ടിന്റെ സാമ്രാജ്യം, നമ്മളെല്ലാവരും അതിനകത്ത് പെട്ട വ്യക്തികളായിരുന്നു. നമ്മുടെ മനസ്സിനെ അടക്കി വാണ പൈശാചിക സമൂഹമുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കരങ്ങളിൽ ഉയർത്തി സ്തോത്രം ചെയ്യാം. എന്താ കാര്യം? ഇരുട്ടിന്റെ സാമ്രാജ്യത്തിൽ നിന്ന് നമ്മെ പറിച്ചെടുത്ത് നമ്മളെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഡിവൈൻ കിങ്ഡത്തിന്റെ അകത്ത്, കിങ്ഡം ഓഫ് ലൈറ്റ്, തൻ്റെ പ്രിയപുത്രന്റെ വെളിച്ചത്തിന്റെ കിങ്ഡത്തിനകത്ത് നമ്മെ കൊണ്ടുവന്ന് അവൻ സ്ഥാപിച്ചെടുത്തു. ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ നീതിയുമാണ്. അപ്പൊ നോക്കണേ, നമ്മുടെ സ്ട്രക്ചർ എന്തായി മാറി? നശ്മ അവിടെ കിൻഡലായി മാറി. നമ്മുടെ നശ്മ തിരികെ നമുക്ക് ലഭ്യമാകാൻ വേണ്ടി ഇടയായി തീർന്നു. ഇത് എങ്ങനെയാ വർക്കൗട്ട് ചെയ്തത്? വളരെ ശ്രദ്ധിക്കണം. ഇതെങ്ങനെയാ വർക്കൗട്ട് ചെയ്തത്? ഇത് വർക്കൗട്ട് ചെയ്തത് നമുക്ക് ഈ 2 കൊറിന്ത്യൻസ് 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ തന്നെ നമുക്കവിടെ ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇരുട്ടിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞവൻ നമ്മുടെ മനസ്സിൽ പ്രകാശിച്ചു എന്നാണ്. ഇരുട്ടിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞവൻ നമ്മുടെ മനസ്സിൽ പ്രകാശിച്ചു. ഇപ്പൊ മനസ്സിൽ എന്തായിരുന്നു? ഇരുട്ട്. എന്താ കാര്യം? ഈ ലോകത്തിന് പ്രഭു അവിശ്വാസികളുടെ മനസ്സിനെ കുരുട്ടാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ കുരുട്ടായിരിക്കുന്നിടത്ത് ഇരുട്ട് എവിടെയാ വ്യാപരിച്ചേ? ആ ഇരുട്ടിന്റെ അകത്ത് എന്ത് സംഭവിച്ചു? ദൈവം പ്രകാശിച്ചു എന്നാണ്. അപ്പോൾ എങ്ങനെ പ്രകാശിച്ചു? ആദിയിൽ ആകാശം ഭൂമിയും പാഴും ശൂന്യമായി കിടന്നപ്പോൾ ഇരുട്ടിന്റെ മീതെ ഇരുട്ട് മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ദൈവം പറയുക വെളിച്ചമുണ്ടാകട്ടെ. അപ്പൊ ഇരുളിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചവൻ അവൻ തന്നെ, വേറെ വെളിച്ചമല്ല, അവൻ തന്നെ നമ്മുടെ അകത്ത് പ്രകാശിച്ചു എന്നാണ്. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ അകത്ത് പ്രകാശമായി മാറി എന്നാണ്. നമുക്ക് അനുഭവിക്കാൻ കഴിയാതിരുന്ന മണ്ഡലത്തിൽ, പിശാച് നമ്മളെ കെട്ടിയിരിക്കുന്ന മണ്ഡലത്തിൽ നമ്മെ വിടുവിക്കേണ്ടതിന് വേണ്ടി എൻ്റെ മൈൻഡിന്റെ ഡയമെൻഷന്റെ അകത്ത് ദൈവം ഇറങ്ങി വരാൻ വേണ്ടി ഇടയായി തീർത്തു. സഹോദരങ്ങളെ, ദൈവമക്കളെ, യേശുവിന്റെ ഇൻകാർണേഷൻ ആ ലോഗോസിന്റെ ഡയമെൻഷൻ, അതായത് വചനത്തിന്റെ ഡയമെൻഷനിൽ നിന്ന് ഷിഫ്റ്റ് ആയി താണലോകത്തിലോട്ട്, ലോവർ ഡയമെൻഷനിലോട്ട് ഇറങ്ങി വന്നു. അതാണ് ജഡം. ജഡത്തിന്റെ മേഖലയ്ക്കകത്ത് യേശു ഇറങ്ങി വന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ കൂടെ ദൈവം പ്രകാശിക്കുകയാണ്. യേശുവിന്റെ സുവിശേഷം കേൾക്കുമ്പോഴത്തേക്ക് ദൈവത്തിന് സാന്നിധ്യം വെളിപ്പെട്ട് വരികയാണ്. അപ്പോൾ സുവിശേഷം, അതുകൊണ്ട് വചനം പറയുന്നത് വിശ്വസിക്കുന്ന നമുക്കോ സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണ് എന്നാണ്. അപ്പോൾ ദൈവത്തിന്റെ അസാധാരണ ശക്തി നമ്മുടെ മനസ്സിനകത്ത് ശക്തിയോടുകൂടെ വെളിപ്പെട്ട് വരാൻ വേണ്ടി ഇടയായി തീർന്നു. അവൻ നമ്മുടെ അകത്ത് പ്രകാശിച്ചു എന്നാണ്. അപ്പോൾ നമ്മളെ ബലവാനന്റെ കയ്യിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടി എൻ്റെ മനസ്സിന്റെ ഡയമെൻഷന്റെ അകത്ത് ഇറങ്ങി വന്ന് പ്രകാശിച്ചുകൊണ്ട് യേശുവിന്റെ തേജസ്സുള്ള മുഖത്തെ എനിക്ക് കാണിച്ചു തരുകയാണ്. അപ്പോൾ നോക്കണേ, ദൈവം പ്രകാശിച്ചപ്പോൾ നാം ഒരു കാര്യം തിരിച്ചറിയാൻ തുടങ്ങി. എന്താണ്? യേശുവിന്റെ മുഖത്തിൽ കൂടെ ദൈവ തേജസ്സിന്റെ പരിജ്ഞാനത്തെ നാം തിരിച്ചറിയാൻ തുടങ്ങി. ഇതുവരെ പിശാച് എന്നെ കുരുട്ടാക്കി വെച്ചു. എൻ്റെ ലൈഫിൽ നശ്മയുടെ ലൈറ്റ് തടയാൻ വേണ്ടി അവൻ ശ്രമിച്ചു. നശ്മ ദൈവത്തിന്റെ കാൻഡിലാണ്. നമ്മൾ സദൃശ്യവാക്യം 20-27 വാക്യം പറയുകയാണ്, മനുഷ്യന്റെ ആത്മാവോ യഹോവയുടെ ദീപമാണ് എന്നാണ്. അവിടെ നമ്മൾ ഹീബ്രുവിൽ വായിച്ചാൽ ആത്മാവിന് വേണ്ടി കൊടുത്തേക്കുന്ന വാക്ക് നശ്മ എന്ന വാക്കാണ്. അപ്പോൾ ദൈവത്തിന്റെ ലൈറ്റാണ്. ദൈവത്തെ കുറിച്ചുള്ള ലൈറ്റ് അല്ല, നേരെ ഡയറക്റ്റ് ലൈറ്റായ നശ്മ മനുഷ്യന്റെ അകത്ത് മെന്റൽ സോണിന്റെ ആഴത്തിൽ കിടപ്പുണ്ട്. പക്ഷെ ആഴത്തിൽ കിടക്കുന്ന നശ്മയുടെ ലൈറ്റിനെ മനുഷ്യന്റെ ഇരുണ്ടായിരിക്കുന്ന മനസ്സിന് കാണാൻ കഴിയുന്നില്ല. അപ്പം മനുഷ്യന്റെ അകത്തലത്തിൽ ആരുണ്ട്? ദൈവമുണ്ട്. ദൈവത്തിന് വെളിച്ചമുണ്ട്. പക്ഷെ ഈ വെളിച്ചത്തെ കാണാൻ കഴിയുന്നില്ല.
ഈ വെളിച്ചം അകത്തുനിന്ന് പ്രകാശിക്കുകയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവം തന്നെ അവരുടെ മനസ്സിൽ ദൈവത്തെക്കുറിച്ച് വെളിവാക്കിയിരിക്കുകയാണ്. റോമർ 1-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ എവിടെയാണ്? നശ്മയ്ക്കകത്ത് ദൈവത്തിന് വെളിച്ചം കിടക്കുകയാണ്. പക്ഷെ ഈ വെളിച്ചത്തെ കാണാതിരിക്കാൻ വേണ്ടി പിശാച് മനുഷ്യന്റെ നെഫേസിന്റെ കണ്ണ്, റൂഹയുടെ കണ്ണിനെ കെട്ടി അതിനെ ഇരുട്ടാക്കി വെച്ചു എന്നാണ്. നശ്മയിൽ വെളിപ്പെട്ട ദൈവത്തെ കാണാൻ പാടില്ല എന്നുകൊണ്ട് അവനൊരു നിർബന്ധമുണ്ട്. എന്നാൽ നശ്മയുടെ പ്രകാശത്തെ കാണിക്കാൻ വേണ്ടി ദൈവം നമ്മുടെ അകത്ത്, ഈ സോണിനകത്ത്, എവിടെ ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള നെഫേഷ് ആൻഡ് റൂഹ, ദേഹിയും ആത്മാവിൽ ദൈവം പ്രകാശിപ്പാൻ ഇടയായി തീർന്നു. ഇതിനെയാ പറഞ്ഞേ ഉയർപ്പ്. പാപത്തിലും അഗസ്ത്യത്തിലും മരിച്ചു കിടന്ന എന്നെ അവൻ ഉയർപ്പിച്ചു എന്നാണ്. അപ്പോൾ ഉയർപ്പ് ഒരു ശക്തിയാണ്. മരിച്ചയാൾക്ക് തന്നെ ഉയർക്കാൻ വേണ്ടി കഴിയില്ല സഹോദരങ്ങളെ. മരിച്ചയാള് ഒരു പ്രതികരണമില്ലാതെ കിടക്കത്തേ ഉള്ളൂ. എന്നാൽ ലാസറെ നീ പുറത്തു വാ. ദൈവശക്തിയുടെ വചനം അകത്ത് കയറി ചെന്നപ്പോൾ ലാസറിന് ഉയർപ്പുണ്ടായി. താൻ കല്ലറിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ വേണ്ടി ഇടയായതുപോലെ തന്നെ ഈ ലോകത്തിന്റെ മോഹവും ഈ ലോകത്തിന്റെ രൂപവും ഈ ലോകത്തിന്റെ മായകളെ വെടിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ ശക്തിയാൽ പിടിക്കപ്പെട്ട വ്യക്തി ലോക കല്ലറകളിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് യേശുവിനെ അനുഗമിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ അനുഗമിച്ച കൂട്ടരാണ് ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും കൂടെ. ഡിവൈൻ ശക്തി നിങ്ങളുടെ മനസ്സിനകത്ത് വെളിപ്പെട്ടു. മനസ്സിന്റെ അടിമത്വത്തിൽ പരിശുദ്ധ ശക്തി വെളിപ്പെട്ട് നിങ്ങളെ എവിടുന്ന് മോചിപ്പിച്ചെടുത്തു. ആ ബലവാനായ മഹാശക്തിയുള്ള നമ്മുടെ യേശു കർത്താവ്, ബലവാനേക്കാളും ബലവാനായ ഓൾമൈറ്റി ഗാഡ് ഇറങ്ങി വന്ന് നമ്മെ വിടുവിപ്പാൻ വേണ്ടി ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. കർത്താവ് എത്ര വലിയവനാണ് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇനിയും നമ്മൾ നെഫേഷിന്റെ അകത്തോട്ട് കയറുകയാണ്. ഓരോ വാക്കുകൾ നമ്മൾ ഡീപ്പിൽ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. എന്താണ് നെഫേഷ്, എന്താണ് റൂഹ, എന്താണ് നശ്മ? അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് പഴയ നിയമത്തിനകത്ത് കാണുന്ന കൂടാരമുണ്ട്. ഈ കൂടാരം ആക്ച്വലി ആദ്യമായിട്ട് വന്നിറങ്ങിയ എവിടെ അറിയാമോ? സീനായി വിൽഡർനെസ്സിലാണ്, സീനായി മരുഭൂമിയിലാണ്. അപ്പൊ വിൽഡർനെസ്സിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിർജ്ജന പ്രദേശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന്റെ കണ്ണ് എത്താൻ കഴിയാത്ത ഒരിടമാണ് ഈ വിൽഡർനെസ് എന്ന് പറഞ്ഞ മേഖല. അപ്പോൾ ഈ വിൽഡർനെസ്, സീനായിയുടെ വിൽഡർനെസ് ഒരു നിഴലാണ്. എന്തെന്ത് നിഴൽ അറിയാമോ? മനുഷ്യന്റെ മനസ്സിന്റെ നിഴലാണ്. അപ്പൊ ശ്രദ്ധിക്കണേ, ഇന്നലെ നമ്മൾ കേട്ടിരുന്നു മനുഷ്യന്റെ മനസ്സ് യാത്ര ചെയ്യുന്നു എന്നാണ്. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് മനുഷ്യന്റെ മനസ്സ് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ യാത്രയുടെ ആ സ്ട്രക്ചറിനെ, ആ ഫങ്ഷണാലിറ്റിയാണ് നാം ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പോൾ പഴയ നിയമത്തിൽ സീനായി മരുഭൂമിയിൽ വെളിപ്പെട്ട ബ്ലൂ പ്രിന്റ് ഉണ്ട് സ്വർഗത്തിലെ ദേവാലയത്തിന്റെ. ആ ബ്ലൂ പ്രിന്റ് അനുസരിച്ച് ഇവിടെ ഒരു നിഴലുണ്ടാക്കി. ആ നിഴലാണ് കൂടാരം, ടാബർനക്കൽ എന്ന് പറയും. ഈ ടാബർനക്കലിന് 3 ഭാഗമുണ്ട്. ഒന്നാമത്തെ ഭാഗം എല്ലാവർക്കും അറിയാം, പ്രാകാരമാണ്. രണ്ടാമത്തെ ഭാഗമാണ് ഹോളി പ്ലേസ് അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലം എന്ന് പറയാം. മൂന്നാമത്തെയാണ് അതിവിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ മോസ്റ്റ് ഹോളി പ്ലേസ്. ഈ 3 വ്യത്യസ്തമായ ആ കാറ്റഗറിയിലാണ്, ഡിവിഷനിലാണ് ടാബർനക്കലിനെ നമ്മൾ കാണുന്നത്, പഠിക്കുന്നത്. അപ്പം നമുക്ക് ഒന്നാമത്തെ സംഗതി ഒന്ന് ശ്രദ്ധിക്കാം. അതാണ് പ്രാകാരം. എന്ത് നടക്കുന്നു പ്രാകാരത്തിൽ? പ്രാകാരത്തിൽ ബലി നടക്കുന്നു, അതായത് യാഗം നടക്കുന്നു എന്നാണ്. മൃഗത്തിൻ്റെ യാഗം നടക്കുകയാണ്. കാളയാകട്ടെ, ആടാകട്ടെ, പ്രാക്കളാകട്ടെ, അതിൻ്റെ എല്ലാം യാഗം നടക്കുന്ന ഇടമാണ് ഈ പറയപ്പെട്ട പ്രാകാരം. അവിടെയാണ് യാഗം, ഇങ്ങനെയുള്ള ബലികർമ്മങ്ങൾ നടക്കുന്നത്. അപ്പോൾ എന്താണ് അത് സൂചിപ്പിക്കുന്നത്? അത് സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ നെഫേഷിന്റെ കോമ്പോണന്റിനെയാണ്. നെഫേഷ്, ദേഹി എന്ന ആ സോഫ്റ്റ്വെയറിനെയാണ് പ്രാകാരം ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് നെഫേഷ്? നെഫേഷ് ആക്ച്വലി ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ശ്രദ്ധിക്കണേ, ഞാനിവിടെ സ്ലൈഡ് ഓപ്പൺ ആക്കുകയാണ്. നെഫേഷ് എന്താണ്? ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് പറയുമ്പോൾ മൃഗത്തിൻ്റെ ഒരു സെൻസേഷൻ ഉണ്ട്. എന്താണ് മൃഗത്തിൻ്റെ സെൻസേഷൻ? അപകടം വരുമ്പോഴത്തേക്ക് ഓടുക അല്ലെങ്കിൽ പോരാടുക, ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഫൈറ്റ്, അങ്ങനെയല്ലേ? അങ്ങനെയാണല്ലോ. അപ്പൊ അപകടം വരുമ്പോഴത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള തത്രപ്പാട്, സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയും. രക്ഷപ്പെടാൻ ഒരു വഴിയില്ലെങ്കിൽ പിന്നെ ഒറ്റ വഴിയുള്ളൂ, പോരാടുക.
പോരാടി ഒന്നിൽ കൊല്ലപ്പെടുക അല്ലെങ്കിൽ കൊല്ലുക. ഈ സംഗതിയാണ് ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ പ്രൈമറി ഫങ്ഷനാലിറ്റി. രണ്ടാമത്തെ എന്താ അറിയാമോ? ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റിനകത്ത് എർത്ത്ലി ഡിസയർസ് ഉണ്ട്. എർത്ത്ലി ഡിസയർസ്, ഭൂമി സംബന്ധമായ, ഭൂമിയോട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മത്തായി ഗോസ്പലിനകത്ത് ഒലിവ് മലയിൽ നിന്ന് പ്രഭാഷണം ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ആരാണ്? യൂതന്മാർ, ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുന്നവർ, പ്രമാണം പ്രാപിച്ച കൂട്ടറ. അവരോട് കർത്താവ് പറയുക, നിങ്ങൾ ജാതികളെ പോലെ, അപ്പം മറ്റ് ജാതികളെ പോലെ. ആറ ജാതികൾ? നെഫേഷും റൂഹയും മാത്രമുള്ള കൂട്ടറാണേ. അപ്പോൾ അവരുടെ ഇൻസ്റ്റിങ്ക്റ്റ് എന്താണ്? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും. അപ്പോൾ ഇത് എവിടുത്തെ കാര്യമാണ്? ഈ സംഗതി ആക്ച്വലി ഭൂമി സംബന്ധമായ സർവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള തത്രപ്പാടാണ്, അതിനു വേണ്ടിയുള്ള ആഗ്രഹമാണ്. ഈ ആഗ്രഹം ഉണ്ടായി അതിനെ അന്വേഷിക്കാൻ വേണ്ടിയുള്ള സംഭവം. അപ്പോൾ ഈ അന്വേഷിക്കുന്ന ആരറിയാമോ? അന്വേഷിക്കുന്ന ആ മനോഭാവം മനുഷ്യൻ്റെ സ്പിരിറ്റ് മേഖലയാണ്. അത് ഞാൻ പിന്നെ പറയാം ഞാൻ. അപ്പോൾ യേശു ആക്ച്വലി അവിടെ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, നിങ്ങൾ അത് അന്വേഷിക്കരുത്. ഡോണ്ട് സീക്ക് ദാറ്റ്. നിങ്ങൾ അന്വേഷിക്കരുത്. എന്താ? നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് നിങ്ങൾക്കുള്ള ആവശ്യങ്ങൾ നന്നായി അറിയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്തത് നമുക്ക് ഭൂമിയിലെ വീടും കൂടും അന്വേഷിക്കാമെന്നല്ല കേട്ടോ. അവിടെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ അത് പ്രയോറിറ്റി മാത്രമല്ല, അൾട്ടിമേറ്റ് തിങ്സ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ താഴത്തെ സംഗതി അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അപ്പോൾ നീ അന്വേഷിക്കേണ്ടത് എന്താണ്? നീ അന്വേഷിക്കേണ്ടത് ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയാണ്. അപ്പോൾ അത് നീ അന്വേഷിച്ചാൽ നിനക്ക് വേണ്ടതായ നിനക്ക് അതിൽ തന്നെ കിട്ടുമെന്നാണ്. എന്താ സംഭവം? കിങ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ രാജ്യം വെളിപ്പെട്ട് വരുമ്പോൾ നിനക്ക് വേണ്ടിയ പാനീയവും നിനക്ക് വേണ്ടിയ ആഹാരവും നിനക്ക് വേണ്ടിയ പാർപ്പിടത്തോടു കൂടെയാണ് അത് ശക്തിയോടുകൂടെ ഇറങ്ങി വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണേ, മനുഷ്യനെ ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി മനുഷ്യന്റെ മനസ്സിനകത്ത് വെളിപ്പെട്ട ഒരു പൈശാചിക ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. എന്താണ്? ദൈവത്തെ ഒഴിവാക്കിയിട്ട്, ദൈവിക കാര്യത്തെ ഒഴിവാക്കിയിട്ട് എനിക്ക് ഭൂമിപരമായ നേട്ടങ്ങൾ നേടാൻ വേണ്ടി പോകാം. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണ്? ഒരു പക്ഷേ ഭൂമി സംബന്ധമായ നേട്ടം കിട്ടിയേക്കാം. അതാണ് യേശു പറഞ്ഞ്, മൂഢാ, നിന്റെ പ്രാണനെ ഇന്ന് നിന്നോട് ചോദിച്ചാൽ നീ സമ്പാദിച്ചതൊക്കെ എവിടെ പോയടാ? അപ്പോൾ ആ വ്യക്തി ആരാണ്? മൂഢനാണെന്ന് പറയുകയാണ്. എങ്ങനെ? ദൈവത്തെ വിട്ടേച്ച്, ദൈവിക രാജ്യത്തെ വിട്ട്, ദൈവിക നീതിയെ വിട്ടേച്ച് എവിടെ പോയി? ഭൂമി സംബന്ധമായ കാര്യത്തെ അന്വേഷിക്കാൻ വേണ്ടി മാത്രം പോയി. അത് ലാഭ കച്ചവടമല്ല എന്നാണ് യേശു പറയുവാൻ വേണ്ടി ഇടയായത്. അപ്പോൾ യേശു മനുഷ്യന്റെ മനസ്സിനെ, ആനിമൽ മനസ്സിനെ, കേട്ടോ, മൃഗത്തിൻ്റെ സ്വഭാവമുള്ള, നേച്ചറുള്ള ആ മനസ്സിനെ ട്രെയിൻ ചെയ്യുകയാണ്, അതിനെ പഠിപ്പിക്കുകയാണ്. കാട്ടുപട്ടിയെ വീട്ടുനായാക്കി മാറ്റുന്ന സംഭവം. അത് ബൈബിളിനകത്ത് ഇങ്ങനെ വാക്യമുണ്ടല്ലോ, ദൈവം മൃഗങ്ങളെ ഉണ്ടാക്കിയപ്പോൾ ഡൊമസ്റ്റിക് അനിമലിനെ ഉണ്ടാക്കി, വൈൽഡ് ആനിമൽസിനെ ഉണ്ടാക്കി. ഡൊമസ്റ്റിക് എന്താണ്? പെറ്റ്സ് എന്ന് പറയും. ഇപ്പം വീട്ടിൽ വളർത്തുന്ന നായ ഉണ്ടല്ലോ, പ്രാക്കളെ വളർത്താറുണ്ട്, പൂച്ചയെ വളർത്താറുണ്ട്, പശുവിനെ വളർത്താറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡൊമസ്റ്റിക് നേച്ചറുള്ള സംഗതിയാണ്. ഇതിനകത്ത് വൈൽഡ് നേച്ചർ ഇല്ല ഇതിനകത്ത്. അപ്പം നമ്മളോട് ഇണങ്ങാൻ വേണ്ടി ഇടയായി തീരും. പക്ഷെ വൈൽഡ് ബീസ്റ്റ് ഉണ്ട്, വൈൽഡ് ബീസ്റ്റ്, കാട്ടുമൃഗമുണ്ട്. അത് ഇണങ്ങാൻ വേണ്ടി ഭയങ്കര പാടാണ്. അപ്പോൾ ദൈവം ഈ മനുഷ്യനോട് ബന്ധപ്പെട്ട്, മനുഷ്യനോട് റിലേഷനിൽ ജീവിക്കാൻ വേണ്ടി ചില മൃഗത്തെ കർത്താവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ നേച്ചറുകൾ വെളിപ്പെടുന്ന മേഖലയാണ് മനുഷ്യൻ്റെ നെഫേഷ്. ഈ നെഫേഷ് എന്ന് പറഞ്ഞ ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഈ ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റിൽ യേശു ആഗ്രഹിച്ച കാര്യം എന്താണ്? പ്രാകാരത്തിനകത്ത് ഈ ആനിമൽ യാഗമാകണം. ഇതിന് കുളിച്ച് കുട്ടപ്പനാക്കാൻ പാടില്ല. ഇതിനെ നമ്മൾ യാഗമാക്കണം. യാഗമാക്കിയെങ്കിൽ മാത്രമേ ഇതിലൊരു ഉയർപ്പ് സംഭവിക്കുകയുള്ളൂ. അതായത് നമുക്ക് വേണ്ടപ്പെട്ട നല്ല ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മുടെ കാടൻ
ദൈവത്തെ വിട്ടേച്ച് കൈനെ പോലെ ഊടാടി സഞ്ചരിക്കുന്ന വാണ്ടറിങ് നേച്ചർ മുടിയനായ പുത്രന്റെ സ്വഭാവമായേക്കാം ഒരു പക്ഷേ. അപ്പൊ അങ്ങനെയുള്ള സ്വഭാവത്തെ, ഭൂമി സംബന്ധമായ ആഗ്രഹങ്ങളെ, മോഹങ്ങളെ നമുക്ക് കുരിശിൽ യാഗമായി അർപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് പ്രാകാരം എന്ന് പറഞ്ഞ സംഭവം. പ്രാകാരത്തിൽ വരുന്ന വ്യക്തിക്ക് റിഡംഷൻ വേണം. പ്രാകാരത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് പാപമോചനം വേണം. പ്രാകാരത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ദൈവ സാന്നിധ്യം മറ്റൊരുവനിൽ കൂടെയാണ് ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുന്നത്. തനിക്ക് നേരിട്ട് പോയി കാണാൻ വേണ്ടിയുള്ള ഭാഗ്യമില്ല, മറ്റൊരുവനിൽ നിന്ന് തനിക്ക് പ്രാപിക്കാൻ വേണ്ടി ഇടയായിത്തീരും. കൈവപ്പ് ഒരുപക്ഷെ ഉണ്ടാകാം, പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം, പുരോഹിതന്മാർ ഇറങ്ങി വന്നിട്ട് ശുശ്രൂഷിക്കുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ ആ മണം ഒരുപക്ഷെ വന്നേക്കാം, ഒരു പീസ് സമാധാനം ഉണ്ടായേക്കാം. പക്ഷെ എങ്കിലും ഭാവസ്വഭാവത്തിനകത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന നെഫേഷ് അതിനെ യാഗമാക്കേണ്ടതാണ്. അത് യാഗമാക്കിയെങ്കിൽ മാത്രമേ, റോമൻസ് 12:1 പറയുകയാണ്, എന്ത് പറയുകയാണ്? നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് വിശുദ്ധിയും ദൈവത്തിന് നിറയ്ക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് പ്ലസന്റ് ആയിരിക്കുന്ന, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഹോളി യാഗമായി അർപ്പിക്കട്ടെ എന്ന് പൗലോസ് പറയുകയാണ്. നമ്മുടെ പ്രാകാരത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ആ നെഫേഷിന്റെ സെൻസറി ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ യാഗമാക്കിയേ മതിയാകൂ. യാഗമാക്കിയെങ്കിൽ മാത്രമേ അതിനൊരു ഉയർപ്പുണ്ടാകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ കാട്ടിൽ ഓടി നടക്കുന്ന ആ മൃഗത്തെ പിടിച്ച് വീട്ടിനകത്ത് ഇണക്കാൻ വേണ്ടിയുള്ള ഒരു ഡിവൈൻ മിഷൻ, ഡിവൈൻ കമ്മീഷൻ അതിന് മുകളിൽ വരികയാണ്. ഞാൻ ഈ പറഞ്ഞ സംഗതി വെളിപ്പാടാണ് കേട്ടോ. ഇത് മനസ്സിലാക്കിയെടുക്കാൻ അച്ഛനും പാടാം. ബട്ട് ഐ ആം ട്രൈയിങ് മൈ ലെവൽ ബെസ്റ്റ് ടു ഹെൽപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ ഇതിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മനുഷ്യന്റെ നെഫേസ് എപ്പോഴും മൃഗീയ സ്വഭാവമുള്ളതാണ്. ഈ മൃഗീയ സ്വഭാവം ഉള്ളതിനെ നമുക്ക് നല്ല മൃഗമാക്കി മാറ്റാൻ പറ്റും. അതായത് ദൈവത്തിൻ്റെ എതിരെ നിൽക്കുന്ന ആ മെൻറ്റാലിറ്റിയിൽ നിന്ന് മോചിപ്പിച്ചെടുത്ത് നമുക്ക് ദൈവത്തോട് ലോയലാക്കി മാറ്റാൻ പറ്റും. ലോയൽ. അപ്പോൾ യേശു കർത്താവ് കനാനിലെ സ്ത്രീയെ നോക്കിയിട്ട് പറഞ്ഞു, നായ്ക്കൾക്ക് മക്കളുടെ അപ്പം കൊടുക്കാൻ പാടില്ല. അവിടെ ഉപയോഗിച്ച ആ നായ ശബ്ദം വീട്ടിൽ വളർത്തുന്ന പട്ടിയാണ് കേട്ടോ, വീട്ടിൽ വളർത്തുന്ന നായാണ്. അപ്പോൾ അത് കാടൻ പട്ടിയല്ല, കാട്ടിൽ ഓടി നടക്കുന്ന കടിക്കുന്ന പട്ടിയല്ല, അത് വളർത്തു പട്ടിയാണ്. അപ്പോൾ ആ പട്ടി ആ വാക്ക് ആക്ച്വലി ആ സ്ത്രീയുടെ നെഫേഷിന്റെ മേഖല ചൂണ്ടിക്കാണിക്കുകയാണ്. നെഫേഷ്. അപ്പോൾ ഈ നെഫേഷ് മൃഗീയ സ്വഭാവത്തോടു കൂടെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, എർത്തലി ഡിസയർസ് ആണ്. അപ്പോൾ ഇതിനകത്ത് യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ വിലയേറിയ മുത്തുകളെ നിങ്ങൾ പന്നിയുടെ മുമ്പ് ഇടാൻ പാടില്ല. കണ്ടോ, പന്നി എന്താണ്? അതൊരു മൃഗമല്ലേ? അപ്പോൾ മൃഗീയ സ്വഭാവം നമ്മുടെ അകത്ത്, നെഫേഷിനകത്ത് വെളിപ്പെടുന്ന മൃഗത്തിൻ്റെ സ്വഭാവമാണ്. മറ്റൊരു ആകാത്ത വേലക്കാർ നായ്ക്കളോടാണ് ബൈബിൾ അതിനെ തുലനം ചെയ്യുന്നത്. അപ്പോൾ ആകാത്ത വേലക്കാർ, നായ്ക്കൾ എന്ന് പറഞ്ഞ ഓടി നടക്കുന്ന, കടിക്കുന്ന, അങ്ങനെയുള്ള ആകാത്ത കുറയ്ക്കുന്ന നായ്ക്കളോട് ബന്ധപ്പെടുത്തുകയാണ്. അപ്പോൾ അതെല്ലാം നോക്കിയേ, മനുഷ്യന്റെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അതായത് ആനിമൽ, ഭൂമി സംബന്ധമായ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഈ ഇൻസ്റ്റിങ്ക്റ്റോട് കൂടെ നിൽക്കുന്ന ആ മൃഗത്തെ നമ്മൾ ലോയലാക്കി, റിസറക്ഷൻ ശക്തി, പുനരുത്ഥാനത്തിന് ശക്തി വരുമ്പോഴത്തേക്ക്, യേശു നമ്മുടെ മനസ്സിനകത്ത് റിലീസ് ആകുമ്പോഴത്തേക്ക് കെട്ടപ്പെട്ട കഴുതയുടെ മുകളിൽ യേശു കയറിയിടുന്നു. അതൊരു ആനിമൽ അല്ലേ? അപ്പോൾ ആനിമലിന്റെ മുകളിൽ ആര് കയറി? യേശു കർത്താവ് കയറി, വാഹനമേറി. അതുപോലെ തന്നെ എന്ത് നെഫേഷിന്റെ പാട്ടിൽ, നമ്മുടെ നെഫേഷിന്റെ പാട്ടിൽ ഭൂമിയോട് ബന്ധപ്പെട്ട് മാത്രം ചിന്തിക്കുന്ന ഒരു പാട്ടുണ്ട് നമ്മുടെ. അത് എപ്പോഴും എക്കാലവും കാണും കേട്ടോ. അതൊരിക്കലും മാറിപ്പോകത്തില്ല. പക്ഷെ നമുക്ക് അതിനെ നല്ലതിന് വേണ്ടിയാക്കി മാറ്റാൻ പറ്റും. ഒരു ഉദാഹരണം പറയാം. പൗലോസ് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. പൗലോസ് പറയുക, വെളിപ്പാടിന്റെ ആധിക്യ നിമിത്തം ഞാൻ നെഹളിച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടി എൻ്റെ ജഡത്തിൽ അവൻ ഒരു ശൂലം തന്നിരിക്കുകയാണ്. അപ്പൊ ജഡമാണ്, കണ്ടോ? ജഡം നെഫേഷിന്റെ പാട്ടാണ് കേട്ടോ. അപ്പോൾ ഈ നെഫേഷിന്റെ പാട്ടിൽ എന്ത് കൊടുത്തു? ഒരു ശൂലം കൊടുത്തു. ഈ ശൂലം ആക്ച്വലി നമ്മൾ വഴിയിൽ നടക്കുമ്പോഴത്തെ കാലെ കൊണ്ടു കയറുന്ന മുള്ളല്ല കേട്ടോ. ആ ശൂലം അതൊരു ശൂലം തന്നെയാണ്. പാപ്പാൻ ആനയെ നേരെ വഴിയിൽ നടത്താൻ വേണ്ടി, മതം ഇളകുമ്പോഴത്തേക്ക് കുത്തി അതിന് നേരെ വഴിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഗതിയാണ് ശൂലം. അപ്പോൾ ജഡത്തിന്റെ മതം ഇളകാൻ സാധ്യതയുണ്ടോ?
ജഡം വഴിവിട്ട് മാറാൻ വേണ്ടി സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. പൗലോസിന്റെ ജഡത്തിൽ അത് സാധ്യത ഉണ്ടായിരുന്നു എന്ന് താൻ തന്നെ പറയുകയാണ്. നിഗളിച്ച് പോകാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ നിഗളം വന്നു കഴിഞ്ഞാൽ ശിക്ഷ ഏതാണ്? സാത്താന്റെ ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ സാത്താന്റെ ശിക്ഷ തനിക്ക് കിട്ടാതിരിക്കേണ്ടതിന് വേണ്ടി എന്ത് ചെയ്തു? ദൈവം തമ്പുരാൻ ഒരു ശൂലം കൊടുത്തു. വളരെ ശ്രദ്ധിക്കണേ ഇവിടെ കേട്ടോ ദൈവദാസന്മാരെ. നമ്മുടെ ലൈഫിൽ ജഡത്തെ മെയ്ക്കേണ്ടതിന് വേണ്ടി തമ്പുരാൻ ചില പദ്ധതികളെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ലൈഫിൻ്റെ ശൂലമാകാൻ സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, എന്തിനു വേണ്ടിയാണ് കർത്താവേ? പൗലോസ് 3 തവണ പ്രാർത്ഥിച്ചു എന്നാ പറഞ്ഞേ. തമ്പുരാൻ കേട്ടില്ല. ഇങ്ങനെ പറഞ്ഞു, ഓടോ നിനക്ക് എന്ത് കൃപ മതി എന്ന് പറഞ്ഞു. നീ ബലഹീനനാണ്, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നിനക്ക് ഒരു ചാഞ്ചല്യം, ഒരു സംശയം ഉണ്ടായിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ സംഭവം ഉണ്ടെങ്കിലേ നീ നന്നായി ജീവിക്കുകയുള്ളൂ. അപ്പോൾ ശൂലം പല വ്യക്തികൾക്ക് പല ടൈപ്പിലാണ്. എന്തിനെ അറിയാമോ? ജഡം എന്ന മൃഗത്തെ നിയന്ത്രിച്ച് നേരെ നടത്താൻ വേണ്ടി കർത്താവ് കൊടുത്തിരിക്കുന്ന സംഗതിയാണ് ശൂലം. അപ്പോൾ ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് കണ്ടോ? ജഡം. നമ്മുടെ സങ്കീർത്തനം 91 വായിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടെ തലാനെ കീഴ് വെച്ച് കിടന്നുറങ്ങാറുണ്ട്. പേടി കൊണ്ടാ കേട്ടോ. ഭൂതം വരുത്തില്ല, അപകടം ഉണ്ടാകത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി. അവിടെ ഇങ്ങനെ വാക്യമുണ്ട്, പാമ്പുകളെയും പെരുമ്പാമ്പുകളെയും സിംഹത്തെയും ബാലസിംഹത്തെയും അവൻ ചവിട്ടും മെതിക്കും എന്ന വാക്യമുണ്ട്. ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ നമ്മൾ ഓർക്കുമ്പോൾ അത് എന്താ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സാക്ട്ലി അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെഫേഷനകത്ത് വെളിപ്പെടുന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ശക്തികളാണ്. അതിനെ നിയന്ത്രിക്കുക, ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റിനെ നിയന്ത്രിക്കുക എന്നാണ്. യേശു കർത്താവ് എങ്ങനെ പറഞ്ഞു? നിങ്ങൾ പൊക്കോ. എങ്ങോട്ട് പോകാൻ വേണ്ടിയാ? മിനിസ്ട്രിക്ക് വേണ്ടി. എവിടെ മിനിസ്ട്രിക്ക് വേണ്ടി? കിങ്ഡത്തെ പ്രസംഗിക്കാൻ പൊക്കോ. ഞാൻ നിങ്ങൾക്ക് പാമ്പുകളെയും തേളുകളെയും, പാമ്പിനെയല്ല പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാൻ അധികാരം തരുന്നു. എന്താ അതിൻ്റെ അർത്ഥം അറിയാമോ? നമ്മുടെ നെഫേഷ് സംബന്ധമായി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ കൊത്താൻ വേണ്ടി, നമ്മുടെ നെഫേഷിൻ്റെ നേച്ചറിനകത്ത് വെളിപ്പെടാൻ വേണ്ടി പോകുന്ന ജഡത്തിന് സ്വഭാവമുണ്ട്. അത് പിശാചിന്റെ വാക്ക് കേട്ട് അവൻ്റെ വിഷം നമ്മളിൽ ഇറക്കി വെക്കാൻ വേണ്ടിയുള്ള ചില നേച്ചേഴ്സാണ്. ഈ നേച്ചറിനെ ചവിട്ടി മെതിക്കാൻ വേണ്ടിയുള്ള ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം കർത്താവ് നമുക്ക് കൈമാറിയിരിക്കുകയാണ്. ശ്രദ്ധിക്കണേ, നമ്മളെ ദൈവത്തിൽ നിന്ന് മാറ്റിക്കളയാൻ വേണ്ടി പിശാചിന്റെ ടാർഗറ്റ് സെന്റർ ഈ എർത്താണ്, ഈ നെഫേഷാണ്, ഈ ഭൂമി സംബന്ധമായ തൻ്റെ ആ പിടിയാണ്. ഇവിടെയാണ് തൻ്റെ ആധിപത്യം താൻ വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ മേഖലയെ നമ്മൾ പിടിച്ചടക്കിയേ പറ്റത്തുള്ളൂ. ശ്രദ്ധിക്കണേ, സീനായിയിൽ മരുഭൂമിയിൽ 40 കൊല്ലം വരെ ഇസ്രായേൽ സഞ്ചരിച്ചു എന്നാണ്. എന്നാ പരിപാടിയല്ലേ? ദൈവത്തെ വിശ്വസിക്കാൻ കഴിയാതെ, ദൈവത്തിൽ നിന്ന് പഠിക്കാൻ കഴിയാതെ, അത്ഭുതം കണ്ടു, വിടുതൽ അനുഭവിച്ചു, മന്ന കഴിച്ചു, മേഘസ്തംഭത്തെ കണ്ടു, വിസിബിൾ ടാൻജിബിൾ പ്രസൻസിനെ അവർ അനുഭവിച്ചു. എങ്കിൽ പോലും അവരുടെ മനസ്സ് ഇപ്പോഴും വാണ്ടറിങ് നേച്ചറിലാണ്. അവർ ഇപ്പോഴും നെഫേഷന്റെ സിംപ്റ്റമിൽ ജീവിക്കുകയാണ്. 2 പേർക്ക് മാത്രമാണ് അതിനെ അതിജീവിച്ച് പുറത്തിറങ്ങാൻ വേണ്ടി കഴിഞ്ഞത്. 2 പേര്? യോശുവയും കാലേബുമാണ്. എന്താ അതിന്റെ അർത്ഥം അറിയാമോ? എന്തുകൊണ്ടാണ് നമുക്ക് കനാൻ പ്രാപിക്കാൻ കഴിയാതെ പോകുന്നത്? എന്താണ് ഈ കനാൻ? ഈ കനാൻ ആക്ച്വലി നമ്മൾക്ക് ഉള്ള ലൈഫാണ് കേട്ടോ. നമുക്കുള്ള ദൈവത്തിൻ്റെ പ്രോമിസ് പ്രാപിച്ചെടുക്കുന്ന മേഖലയാണ്. അപ്പോൾ നമുക്ക് അത് ലഭിക്കാതിരിക്കേണ്ടതിന് വേണ്ടി നെഫേഷിനകത്ത് ബാറ്റിലുണ്ട്, നെഫേഷിനകത്ത് മൃഗങ്ങളുണ്ട്, അമാലിക്യ ശക്തികൾ, ഇങ്ങനെയുള്ള ഒരുപാട് ശക്തികളോട് പോരാടേണ്ട ഈ മേഖലയാണ് നമ്മുടെ നെഫേഷിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ്. പോരാടി ഈ മൃഗത്തെ നമ്മൾ അനുസരണത്തിൻ്റെ അകത്ത് കൊണ്ടുവരണം. അതാണ് പൗലോസ് പറഞ്ഞത്, നമ്മുടെ പോരിന്റെ ആയുധമോ ജഡികമല്ല, പിന്നെ ആത്മാവിലുള്ള ആയുധങ്ങളാണ്. എന്ത് നടക്കുന്നത് കൊണ്ട്? കോട്ടകളെ തകർക്കുകയാണ്. താൻ പറയുകയാണ്, കർത്താവിൻ്റെ പരിജ്ഞാനത്തിന് എതിരെ ഉയർന്നു വരുന്ന സകല ഉയർച്ചകളെ പിടിച്ചടക്കിയിട്ട് കർത്താവിൻ്റെ അനുസരണത്തിലോട്ട് അതിനെ ഞാൻ ട്രാൻസ്ഫോം ചെയ്യുകയാണെന്ന് താൻ പറഞ്ഞത്. അപ്പോൾ നോക്കണേ, നെഫേഷിൻ്റെ ആ എർത്തലി ഇൻസ്റ്റിങ്ക്റ്റിൽ ഉയർന്നു വരുന്ന കുറെ ഭാവങ്ങളുണ്ട്, ചിന്തകളുണ്ട്, നിരൂപണങ്ങളുണ്ട്. അതിനെ
പരിശുദ്ധാത്മാവിൻ്റെ ആയുധത്താൽ അതിനെ പിടിച്ചടക്കി, അതിനെ കടിഞ്ഞാലിട്ട്, അതിനെ നിയന്ത്രിച്ച്, അതിനെ നമ്മൾ ക്യാപ്റ്റിവേറ്റ് ചെയ്തിട്ട് അനുസരണത്തിലോട്ട് നടത്തുന്ന പരിപാടിയാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. നെഫേസിനെ നമ്മൾ അടക്കി വാഴാൻ വേണ്ടി ഇടയാകണം. നെഫേസിൻ്റെ അകത്ത് പാപമല്ല വാഴേണ്ടത്. അതാ പറയുന്നത്, നിങ്ങളുടെ ജഡത്തിൽ ഇനി പാപമല്ല വാഴേണ്ടത്, പിന്നെയോ അവൻ്റെ രാജ്യം വാഴട്ടെ എന്നാണ് ദൈവദാസന്മാർ, ദൈവമക്കളെ. അപ്പോൾ ഈ ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നടത്തുകയാണ്, കൺട്രോൾ ചെയ്യുകയാണ്. ആത്മാവിൽ അതിനെ പിടിച്ച് നമ്മൾ നിയന്ത്രിക്കുകയാണ്. അതാ പോൾ പറഞ്ഞ്, ഞാൻ ജഡത്തെ പിടിച്ചിടിച്ചോണ്ടിരിക്കുകയാണെന്നാ. എന്തിനു വേണ്ടി അടിക്കുന്നത്? നേരെ നടത്താൻ വേണ്ടിയാ, പുനരുത്ഥാനം മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ജഡത്തെ എന്നെ ഇടിച്ചോണ്ടിരിക്കുകയാണെന്നാ പറഞ്ഞേ. ആരെ ഇടിക്കുന്നു? ഈ നെഫേസിന്റെ ആ മൃഗീയ സ്വഭാവത്തെയാണ് താൻ ഇടിച്ച് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ സംഭവത്തെ നാം തിരിച്ചറിഞ്ഞെങ്കിൽ നാം യുദ്ധത്തിൻ്റെ 70% ജയിച്ചു എന്ന് തന്നെ കേട്ടോ. നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ വെളിപ്പെട്ട് നമ്മൾ നമ്മുടെ നെഫേസിൻ്റെ ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റിനെ പിടിച്ചടക്കണം. ഗ്ലോറി ടു ഗാഡ്. സമയം അതിവേഗത്തിൽ അങ്ങനെ പാഞ്ഞു പോവുകയാണ്. എനിക്ക് ഒരുപാട് കാര്യം പറയാൻ വേണ്ടി ഇനിയും ബാക്കി കിടപ്പുണ്ട്. ഈ ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റിൽ നിൽക്കുന്ന നെഫേസിന് സ്നേഹമെന്ന ആ രൂപത്തെ അറിയാൻ സാധ്യത കുറവാണ്. സ്നേഹം, നെഫേസിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ദൈവത്തോട് തനിക്ക് അനുസരിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വീട്ടിൽ വളർത്തുന്ന നായെ സിറ്റ് എന്ന് പറയുമ്പോൾ താൻ ഇരിക്കും, സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡ് ചെയ്യും, റൺ എന്ന് പറയുമ്പോൾ ഓടും. അപ്പോൾ അനുസരണം ഉണ്ട്. ഇവിടെ ലോയാലിറ്റി ഉണ്ട്. ലോയൽ, ദാസത്വമുള്ള മനോഭാവം. വാല് ഇങ്ങനെ കുലുക്കിക്കൊണ്ട് യജമാനനെ നക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത. ലോയാലിറ്റി ആൻഡ് ലവ് ഡിഫറൻസ് ഉണ്ട്. യജമാനന്റെ സ്നേഹത്തെ കാണുമ്പോഴത്തേക്ക് തിരിച്ച് സ്നേഹിക്കാൻ കഴിയാതെ ലോയാലിറ്റിയിലോട്ട് കയറുന്ന ആ സംഗതിയാണ് സെർവൻറ്റ്ഹുഡ് എന്ന് പറഞ്ഞ സംഗതി. പൗലോസ് സെർവൻ്റ് ആണ്, പീറ്റർ സെർവൻ്റ് ആണ്, ജെയിംസ് സെർവൻ്റ് ആണ്. അവ ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ ലോയാലിറ്റിയെ സൂക്ഷിക്കുന്ന ആ മേഖല, ആ നേച്ചർ, അത് സെർവൻറ്റ്ഹുഡിനെ കാണിക്കുകയാണ്. എന്നാൽ ഈ സെർവൻറ്റ്ഹുഡിനകത്ത് സ്നേഹം എന്നുള്ള നിർവചനം പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പാടാ. യേശുവിനെ കൂടെ നടന്ന ശിഷ്യന്മാർ യേശുവിൽ നിന്ന് പഠിച്ചവരാണ് കേട്ടോ. യേശുവിനെ കേട്ടവരാണ്, അത്ഭുതം കണ്ടവരാണ്, സ്വർഗരാജ്യത്തിലെ മർമ്മങ്ങൾ നൽകപ്പെട്ടവരാണ്. യേശു തന്നെ അത് ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുത്തതാണ്. രഹസ്യമായ ക്ലാസ്സുകളിൽ കൂടെ യേശു അവർക്ക് ഡീപ്പ് സ്വർഗീയ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഈ കൂട്ടർക്ക് കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കാൻ വേണ്ടി കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉത്തരം അറിയാം. യേശു ക്രൂശിക്കപ്പെടാൻ സമയമായപ്പോഴത്തേക്ക് എല്ലാവരും ഓടി. പത്രോസ് യേശുവിന് ഒറ്റിക്കൊടുത്തു. താൻ പറഞ്ഞ സംഭവം എന്താണ്? ഞാൻ ഒരിക്കലും ഓടത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ താൻ അവിടെ നിന്ന് ഓടി. അത് യേശു ഉയർത്തതിന് ശേഷം മടങ്ങി വരുന്നുണ്ട്. യേശു മടങ്ങി വന്നതിന് ശേഷം യേശു ചോദിക്കുക, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? യേശു ചോദിച്ചു. അപ്പോൾ അതുവരെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് സംഭവിച്ചതും തനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷെ യേശു വീണ്ടും ചോദിച്ചു, നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട് കർത്താവേ. പക്ഷെ 3-ാം തവണ ചോദിച്ചപ്പോഴത്തേക്കാണ് പുള്ളിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായത്. അപ്പോഴാണ് നെഫേസിൻ്റെ മണ്ഡലം വിട്ടേച്ച് താൻ സ്പിരിറ്റിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി ഇടയായത്. എന്താ കാര്യം? സ്നേഹം പകരപ്പെടുന്നത് നമ്മുടെ ആത്മാവിലാണ്, നമ്മുടെ സ്പിരിറ്റിൻ്റെ മേഖലയ്ക്കകത്താണ്. സ്പിരിറ്റ് പുത്രത്വമുള്ളിടത്ത് പുത്രത്വത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നു പറഞ്ഞ ഭാഗമുണ്ട്. അപ്പോൾ സ്നേഹം പകരപ്പെടുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മുടെ ആത്മാവിനകത്താണ്. ഈ ആത്മാവിൻ്റെ മേഖലയെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ആത്മാവിൻ്റെ മേഖല റാഷണൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, തിരിച്ചറിവാണ്,
ഇപ്പോൾ യെശയ്യാവിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, വരുവിൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. നിങ്ങളുടെ പാപം കടിച്ചുമപ്പാണെങ്കിൽ പോലും അത് ഹിമം പോലെ വെളുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഡിസ്കഷൻ, റീസണിങ് ആണ്, റാഷണൽ മെൻറ്റാലിറ്റി ആണ്. റൂഹ എന്ന സംഭവം എന്താ അറിയാമോ? റാഷണൽ മെൻറ്റാലിറ്റി ആണ്, മോറൽ ലൈഫിൻ്റെ സെൻസേഷനാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എൻ്റെ അകത്തൊരു പുതിയ ആത്മാവിനെ നീ സ്ഥിരപ്പെടുത്തണമേ എന്ന് പറയുകയാണ്. റിന്യൂ എ റൈറ്റ് സ്പിരിറ്റ് വിതിൻ മീ. എൻ്റെ അകത്തൊരു പുതിയ ആത്മാവിനെ നീ കർത്താവെ സ്ഥാപിക്കണമേ എന്നാണ്. താൻ മൊറാലിറ്റി വിട്ടേച്ച് താൻ പാപം ചെയ്ത് ജീവിച്ചയാളാ ഇപ്പോൾ. പക്ഷെ ഇപ്പോൾ താൻ പറയുക, എനിക്ക് ഇനിയും മോറൽ റാഷണൽ ചിന്തയോടുകൂടെ ജീവിക്കാൻ എൻ്റെ അകത്ത് പുതിയ റിന്യൂ മൈൻഡിനെ മാത്രമല്ല സ്പിരിറ്റിനെയും കൂടെ കർത്താവ് നീ പുതുക്കണേ എന്ന് പറയുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ അറിയാമോ? റാഷണാലിറ്റിയിലോട്ട് തിരിച്ചു വരിക, റെസ്റ്റോറേഷൻ ഓഫ് മോറൽ സെൻസേഷൻ ആണ്. ഈ ലോകത്തിൽ നമ്മൾ ലോകത്തെ ദ്രോഹം ചെയ്യാതെ, ലോകത്തിന് എതിരെ നമ്മൾ നിൽക്കാതെ, നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹിച്ച് നമ്മൾ അതിനോട് കൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സ്നേഹത്തിൽ പോകുന്നതാണ് മോറൽ സെൻസേഷൻ. ബൗണ്ടറി ലംഘിക്കാതെ ദൈവത്തിന് സ്നേഹത്താൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള മനോഭാവം ഇറങ്ങുന്നിടമാണ് നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ സ്നേഹം. അതുകൊണ്ടാണ് പീറ്ററിനോട് യേശു ചോദിച്ചേ, പീറ്ററെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആദ്യം അത്രയും ആഴം മനസ്സിലായില്ല, രണ്ടാമത്തെ മനസ്സിലായില്ല. കാരണം പെട്ടെന്ന് പ്രതികരിക്കുന്ന ആരറിയാമോ? സ്പിരിറ്റ് അല്ല. പെട്ടെന്ന് പ്രതികരിക്കുന്ന നമ്മുടെ നെഫേഷാണ്, നമ്മുടെ ഈ ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ്. പെട്ടെന്ന് തീക്കകത്ത് കൈവച്ചു, പെട്ടെന്ന് മാറ്റി. എന്താ അറിയാമോ? സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ ഒരു കാര്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുന്നു. ആര് പ്രതികരിക്കുന്നു? നെഫേഷിന്റെ ഭാഗം പ്രതികരിച്ചു. ഇപ്പം പീറ്ററിന്റെ ആ നെഫേഷ് ഭാഗത്തിൽ നിന്ന് യേശു തനിക്കൊരു ഷിഫ്റ്റ് കൊടുക്കുകയാണ്, ചിന്തിക്കാൻ വേണ്ടി. റാഷണൽ ചോദ്യം താൻ മനസ്സിന്റെ ആഴത്തിൽ ധ്യാനിച്ച് ചിന്തിച്ച് താൻ നെഫേഷിൽ നിന്ന് സ്പിരിറ്റിലോട്ട് മൂവ് ചെയ്ത് ഷിഫ്റ്റ് ആകാൻ വേണ്ടിയാണ്. അവിടെ താൻ അല്പം വിഷാദത്തിലോട്ടായി, അല്പം താൻ ദുഃഖത്തിലോട്ടായി, അല്പം തനിക്ക് വേദന ഉണ്ടായി. സ്പിരിറ്റിന്റെ സെൻസേഷൻ ഓപ്പൺ ആകുകയാണ്. എന്നിട്ട് താൻ പറയുക, കർത്താവേ ഐ ലവ് യു, യു നോ. കർത്താവെ നീ അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവമക്കളെ, നെഫേസിന്റെ ഭാഗം കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താ അറിയാമോ? നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ലോയാലിറ്റി ബേസ് പ്രാപിച്ച് ജീവിക്കുക മാത്രമല്ല. എനിക്കറിയാം അനേക ദിവദാസന്മാർ പ്രസ്ഥാനത്തോട് കൂറ് കാണിക്കാറുണ്ട്. ദേ ആർ ലോയൽ, ദേ ആർ സോ മച്ച് ലോയൽ ടു ദെയർ ഡിനോമിനേഷൻ. IPCയോട് ലോയൽ. ജീവിതകാലം മൊത്തം അവർ ഉരിഞ്ഞു കളയാറുണ്ട് IPCക്ക് വേണ്ടി, ഷാരോണിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി. ദേ ആർ ലോയൽ ടു ഗാഡ്. വിശ്വസ്തനാണ് അവർ ദൈവത്തിന് വേണ്ടി, ലോയലാണ് അവർ. പക്ഷേ ഈ ലോയാലിറ്റിയിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഘടകമുണ്ട്. ആ ഘടകമാണ് സ്നേഹം, ദ ലവ് ഓഫ് ഗാഡ്, ദ ഫ്രീഡം ഓഫ് ഗാഡ്. അവിടെ ഫ്രീഡം ഉണ്ട്. ഓടിച്ചെന്ന് മടി കയറിയിരിക്കാൻ പറ്റും, പക്ഷെ ദാസൻ കയറിയിരിക്കത്തില്ല. ദാസൻ അവിടെ കയ്യും കൂമ്പി തല കുണിച്ചിരിക്കത്തുള്ളൂ. എന്നാൽ പുത്രനാണെങ്കിൽ ഓട്ടം പിതാവിൻ്റെ മടിയിൽ പോയിരിക്കാൻ വേണ്ടി. പുത്രത്വത്തിൻ്റെ ആത്മാവ്, ഫ്രീഡത്തിൻ്റെ ആത്മാവ്, അത് റാഷണൽ സ്പിരിറ്റിനകത്താണ്. ചോദ്യം ചെയ്യുകയാണ്, വാ നമുക്ക് സംസാരിക്കാമെന്നേ. എന്നാൽ ദാസനാണെങ്കിൽ മിണ്ടരുത്, സംസാരിക്കരുത്, ഞാൻ പറഞ്ഞ കേട്ടോണം, അതിനപ്പുറം വേറെ പരിപാടിയില്ല. എന്ത് പറഞ്ഞു ചോദ്യം ചെയ്യാൻ പാടില്ല, അത് തന്നെ ചെയ്യണം. പക്ഷേ സ്പിരിറ്റിൻ്റെ മേഖലയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റാഷണൽ ടോക്കുണ്ട്, റാഷണാലിറ്റി ഉണ്ട്, സംസാരമുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഡെപ്ത് ഉണ്ട്. അതാണ് സ്പിരിറ്റിൻ്റെ മേഖല. എൻലൈറ്റൻഡ് മൈൻഡാണ്. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന മൈൻഡാണ്. മിനിസ്റ്ററിങ് മൈൻഡാണ്. ശുശ്രൂഷിക്കുന്ന മനസ്സാണ്. ദൈവത്തോട് ബന്ധപ്പെട്ട് മിനിസ്ട്രി ഓറിയന്റഡ് മനസ്സ് ഇവിടെ നമ്മുടെ റൂഹയ്ക്കകത്ത് വെളിപ്പെടുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചന പ്രകാരം നടക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് ബന്ധപ്പെട്ട് ഇടത്തും വലത്തോട്ടും മാറാതെ പ്രമാണത്തിൽ മാത്രം ഫോക്കസായി നടക്കുന്ന ഒരു മേഖല. എവിടുത്തെ മേഖലയാണ്? ദോസ് ഹു വാക്ക് ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ നടക്കുന്നവർ പാപം ചെയ്യത്തില്ല.
മനസ്സിലായോ? ആത്മാവിൽ നടക്കുന്നവൻ പാപം ചെയ്യത്തില്ല. അപ്പോൾ പാപം ചെയ്യാതെ ജീവിക്കുന്നയാണോ ദൈവത്തിന് ഹിതം നിങ്ങൾക്ക് വേണ്ടി? എപ്പോഴും ഒരു എൻലൈറ്റൻഡ് മൈൻഡിനകത്ത് ഇരിക്കുന്നതാണോ ദൈവത്തിന് ഇഷ്ടം നിങ്ങൾക്ക് വേണ്ടി? അടിപൊളി വചനം കേൾക്കുന്നു, കർത്താവേ എന്താ വചനം, ഹോ കർത്താവേ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ഇരിക്കാൻ വേണ്ടിയാണോ? അല്ല, നിങ്ങൾ അത് നെഫേഷ് ആയിരുന്നല്ലോ, അല്ലേ, അനിമൽ ആയിരുന്നല്ലോ. യാഗമാക്കിയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? രൂപാന്തരം സംഭവിച്ചു. എന്തായി മാറി? പുരോഹിതനായി മാറി നിങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ യാഗത്തിന് ആവശ്യമില്ല. യാഗം ഒരിക്കൽ കർത്താവിന്റെ യാഗത്താൽ നിങ്ങൾ വേർതിരിക്കപ്പെട്ടു. നിങ്ങൾ ആരായി മാറി? പുരോഹിതന്മാരായി മാറി. ദൈവത്തിന്റെ അകത്തോട്ട് കയറാൻ വേണ്ടിയുള്ള ലൈസൻസ് കിട്ടി. നിങ്ങൾ ഇനി പ്രാകാരത്തിലല്ല, പിന്നെ എവിടെയാണ് നിങ്ങളിപ്പോൾ കയറിയിരിക്കുന്നത്? കർത്താവിന്റെ ഹോളി പ്ലേസിനകത്താണ്. എന്താ അവിടെ മെനോറയുടെ വിളക്കുണ്ട്. വിളക്ക് കാണുന്നുണ്ട്. അപ്പം ഇരിപ്പുണ്ട്. അപ്പം ഭക്ഷിക്കാം, ദൈവവചനം ഭക്ഷിക്കാം. ദൈവത്തിന്റെ ഗൈഡൻസ് നമുക്ക് വിളക്കിൽ കൂടെ, പാസ്റ്റർമാരിൽ കൂടെ, ദൈവസഭയിൽ കൂടെ കേൾക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ദൈവത്തെക്കുറിച്ച് കേൾക്കാം, ദൈവത്തെക്കുറിച്ച് അറിയാം, ദൈവത്തിന്റെ വചനം ഭക്ഷിക്കാം, ദൈവത്തെക്കുറിച്ചുള്ള സൗരഭ്യം നമുക്ക് മണക്കാൻ കഴിയും. ശുശ്രൂഷിക്കുന്ന മൈൻഡിന്റെ, ഡിസിപ്ലിന്റെ, ശുശ്രൂഷയുടെ, ആ ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തെ തിരിച്ചറിയുന്ന ഒരു മേഖല ആണ് ഹോളി പ്ലേസിന്റെ മേഖല. ഇതാണ് മൂവ്മെന്റ്. പ്രാകാരത്തിൽ നിന്ന് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് പുരോഹിതന്റെ ശുശ്രൂഷ ഏറ്റെടുത്ത് ഹോളി പ്ലേസിനകത്ത് കയറി വർക്ക് ഓറിയന്റഡ്, ശുശ്രൂഷ ഓറിയന്റഡ് ആയി ദൈവത്തെ ശുശ്രൂഷിക്കുന്ന, മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി പുരോഹിതനാക്കി തമ്പുരാൻ നമ്മളെ മാറ്റി. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഇതാണോ നമ്മുടെ ലക്ഷ്യത്തിന്റെ അവസാനം? ഇവിടെ വരുമ്പോൾ നമുക്ക് നിൽക്കണോ? ഇതാണോ നമ്മുടെ ഡെസ്റ്റിനേഷൻ? ഉത്തരം പറഞ്ഞോട്ടെ, അല്ല. ആത്മാവിൽ നടക്കുന്നത് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ല. വചനപ്രകാരം ജീവിക്കുന്നത് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ല. എൻലൈറ്റൻഡ് മൈൻഡ് പ്രാപിച്ച്, എന്താ അതിന്റെ അർത്ഥം? കാൻഡിൽ കത്തിയല്ലോ, ആ കത്തിയതിന്റെ വെളിച്ചത്തിൽ നടക്കുന്നതാണ് എൻലൈറ്റൻഡ് മൈൻഡ്. അപ്പോൾ ഞാൻ ഇനി വെളിച്ചത്തിൽ നടക്കുന്നുണ്ട്. അതാണോ എൻ്റെ ദൈവത്തിന്റെ ആഗ്രഹം എന്നെ കുറിച്ച്? അല്ല. അപ്പോൾ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പാടില്ല. ഇതിന്റെ അപ്പുറം വേറൊരു ലോകമുണ്ട്. ഇതിന്റെ അപ്പുറം വേറൊരു ഡയമെൻഷൻ ഉണ്ട്. ഇതിന്റെ അപ്പുറം വേറൊരു റലമുണ്ട്. എന്താണ് ആ റലം? ആ റലമാണ് ദ റലം ഓഫ് ഡിവൈൻ ഡാർക്ക്നെസ്. അതാണ് സോളമൻ പറഞ്ഞത്, യഹോവ കൂരിരുട്ടിൽ വസിക്കുന്നവനാണ്. എന്താ കൂരിരുട്ട്? അജ്ഞതയല്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയായ്മയാണ്. ഇമ്പോസിബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്. ആ മേഖലയാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ലൈറ്റാത് കേട്ടോ, ലൈറ്റ് ആണത്. പക്ഷെ പോൾ പറയുകയാ, അടുത്ത് വസിപ്പാൻ കഴിയാത്ത വെളിച്ചം, അൺഅപ്രോച്ചബിൾ ലൈറ്റ് ആണ്. ആ ഡയമെൻഷൻ അസാധാരണ ഡയമെൻഷനാണ്. ദാറ്റ്സ് എ മോസ്റ്റ് ഹോളി പ്ലേസ്. ആ മേഖല ഓപ്പണായി കിടക്കുകയാണ്. പക്ഷേ പല വ്യക്തികൾ ഇന്ന് സെറ്റിലായ എവിടെ അറിയാമോ? ഹോളി പ്ലേസിനകത്താണ്. അവർക്ക് പ്രാർത്ഥനയുണ്ട്, പാട്ടുണ്ട്, സഭായോഗം കാണും, ശുശ്രൂഷിക്കുന്ന മനസ്സാണ്, പ്രസംഗിക്കുന്ന മനസ്സാണ്, അത്ഭുതം നടക്കുന്നുണ്ട്, അപ്പം കഴിച്ചുകൊണ്ട് തൃപ്തിയോടുകൂടെ ജീവിക്കുന്ന മനസ്സാണ് ഇവിടുത്തെ മനസ്സ് കേട്ടോ. പക്ഷെ ഇതല്ല എല്ലാം. ഒരു സംഭവം മാത്രമല്ല, പല സ്റ്റേജ് ഇനിയും ബാക്കി കിടപ്പുണ്ട്. അതെന്താണെന്ന് നമുക്ക് നാളെ പഠിക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവത്തെ ഒന്ന് ധ്യാനിക്കാൻ വേണ്ടി ഇടയായി തീരട്ടെ. എന്ത് മനസ്സിൻ്റെ അകത്ത് വെളിപ്പെട്ട ഒന്നാമത്തെ മേഖല നെഫേഷ്, മൃഗത്തിൻ്റെ സ്വഭാവത്തോടു കൂടെ ഇരിക്കുന്ന ആ ഒരു നേച്ചർ, അതിനെ കീഴ്പ്പെടുത്തി കർത്താവിന് ഇഷ്ടത്തിനനുസരിച്ച് അതിനെ മോൾഡ് ചെയ്തെടുക്കേണ്ടത്, ട്രെയിൻ ചെയ്തെടുക്കേണ്ടത്, ടീച്ച് ചെയ്തെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അത് നാം ചെയ്യേണ്ടതാണ്. എങ്ങനെ? യേശു ക്രിസ്തുവിൻ്റെ വചനത്താൽ, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്താൽ. യേശു കഴുതപ്പുറത്ത് കയറിയതുപോലെ നമ്മുടെ മുകളിൽ യേശു വാഹനം കയറട്ടെ. നമ്മൾ എന്ന ആ കഴുതയുടെ മുകളിൽ യേശു വാഹനം കയറട്ടെ. ഗ്ലോറി ടു ഗാഡ്, ഹല്ലേലൂയ. രണ്ടാമത്തെ പറഞ്ഞത്, ഈ യാഗം, ഈ മൃഗത്തെ ഞാൻ യാഗമാക്കുമ്പോൾ കർത്താവ് പറയുകയാ, തൻ്റെ ജീവനെ സൂക്ഷിക്കുന്നവൻ ജീവനെ കളയുകയാണ്, എന്നാൽ ജീവനെ വിട്ടുകൊടുക്കുന്നവൻ ജീവനെ തിരികെ പ്രാപിക്കുന്നു.
ഞാൻ എൻ്റെ ഈ മോഹങ്ങളെ, രാഗങ്ങളെ ക്രൂശീകരിക്കുമ്പോൾ എനിക്ക് യഥാർത്ഥമായ ഇറോസ്, ദൈവത്തോട് ബന്ധപ്പെട്ട ഫീലിംഗ് എൻ്റെ അകത്ത് ഓപ്പണായി വരികയാണ്. അത് ദൈവത്തെ അനുസരിക്കുന്ന നെഫേഷാണ്. അങ്ങനെയുള്ള നെഫേസിൻ്റെ ഉടമയായി നമ്മൾ മാറട്ടെ. കർത്താവ് അത് ആഗ്രഹിക്കുന്നത്. അതോടുകൂടെ നമുക്ക് മുമ്പോട്ടുള്ള പ്രോഗ്രസ് ലഭിക്കുകയാണ്. The holy place transfer. We are updated into the holy arena where the light and the word of God resides. ദൈവവചനമുള്ളിടത്ത് നമ്മളെ കർത്താവ് കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ ദൈവവചനം കേൾക്കുന്നു, സംസാരിക്കുന്നു, ധ്യാനിക്കുന്നു, ശ്രദ്ധിക്കുന്നു. പക്ഷെ അതിനപ്പുറം മറ്റൊരു ലോകമുണ്ട്. ആ ലോകം എന്താണെന്ന് നമുക്ക് നാളെ കേൾക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങ് വാഴ്ത്തുകയാണ്. കർത്താവേ, ഇന്ന് കേൾപ്പിക്കപ്പെട്ട ഈ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, ഇത് അല്പം ആഴമുള്ള കാര്യമാണ്. ആരും ശ്രദ്ധിക്കാത്ത, ഒരുപക്ഷെ സംസാരിക്കാത്ത ഒരു മേഖലയാണ്. ആദ്യമായി ഇത് കേൾക്കുമ്പോൾ കർത്താവേ, ഈ പറയപ്പെട്ട വചനങ്ങൾ ബോൺസായി പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ അകത്തിരിക്കുന്ന മൃഗം ഓടി നടക്കുന്ന മൃഗമാണല്ലോ കർത്താവേ. ഇതിനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ദൈവവചനത്തെ കേൾക്കാൻ വേണ്ടിയുള്ള മനസ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പരിപാടിയാണ് കർത്താവേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യം നിന്റെ പരിശുദ്ധാത്മാവ് തന്നെ കർത്താവേ, എൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാരുടെ ഉള്ളിൽ നീ ചെയ്യണമേ കർത്താവേ. തത്രപ്പാടിനകത്ത് വന്നിട്ട് പെട്ടെന്ന് ബോറടിച്ച് മനസ്സ് തളർന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥയല്ലാതെ കർത്താവേ, വളരെ ധ്യാനത്തോടുകൂടെ, വളരെ ആകാംക്ഷയോടുകൂടെ ഈ വചനത്തെ വീണ്ടും ധ്യാനിപ്പാൻ, വീണ്ടും കേൾക്കുവാൻ, റെക്കോർഡിൽ കൂടെ കർത്താവേ ഇതിനെ മനസ്സിലാക്കുവാൻ, ഇതിനെ ഒരു തവണയല്ല പലതവണ കേട്ട് ഇതിൻ്റെ ആഴത്തിനകത്ത് കയറുവാൻ വേണ്ടി നീ പ്രിയപ്പെട്ടവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതിൻ്റെ റലത്തെ നീ ഓപ്പൺ ആക്കണമേ. മനസ്സിനകത്ത് ഈ റലം കത്തിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, പൗലുസിന്റെ ജഡത്തിൽ ശൂലം കൊടുത്ത് തന്നെ നിയന്ത്രിച്ച പോലെ തന്നെ കർത്താവേ, ഞങ്ങളുടെ നെഫേസിന്റെ മേഖലയ്ക്കകത്ത് ഡിവൈൻ ശക്തി ഇറങ്ങി വന്ന് ഞങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ മേഖലകൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുകയാണ് കർത്താവേ. ഒരു പ്രമോഷന്, ഒരു അപ്ഡേഷന് സംഭവിച്ച് ഞങ്ങളെ ഹോളിയാക്കി മാറ്റിയ, ഞങ്ങളെ ട്രാൻസ്ഫോം ചെയ്ത് പുരോഹിതന്മാരാക്കി മാറ്റിയ ദൈവത്തിന്റെ സെൻസേഷൻ തന്ന് ദൈവത്തിന്റെ വചനം കേൾപ്പാനും അതിനെ മനസ്സിലാക്കുവാനും അതിനെ ഗ്രഹിപ്പാനും വേണ്ടിയുള്ള ഡയമെൻഷൻ ഓപ്പൺ ആക്കി തന്ന് കർത്താവെ ഒരു അടുത്ത ലെവലിലോട്ട് കയറ്റിയ ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, ഞങ്ങളുടെ മക്കൾ അതിനകത്ത് നിന്ന് ദൈവത്തെ ധ്യാനിപ്പാൻ, ദൈവത്തെ കുറിച്ച് അറിയുവാൻ വേണ്ടിയുള്ള മേഖലകൾ അസാധാരണ രീതിയിൽ ആക്റ്റീവാകട്ടെ കർത്താവേ. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകട്ടെ കർത്താവേ. ദൈവത്തോടുള്ള സംഭാഷണങ്ങൾ ഡീപ്പ് രീതിയിലോട്ട് ഇറങ്ങി ചെല്ലട്ടെ കർത്താവേ. പാപത്തിന്റെ ബോധമല്ല, നീതിബോധത്തിൽ കർത്താവെ ജീവിക്കുവാണ് കർത്താവെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കർത്താവെ നീ അവരെ മോചിപ്പിച്ചെടുക്കണമേ, അവരുടെ മനസ്സിനെ വീണ്ടെടുത്തെടുക്കണമേ കർത്താവെ. ദൈവശക്തിയിൽ പ്രകാശം പ്രാപിച്ചുകൊണ്ട് അവര് യേശുവിന്റെ മുഖത്തിൽ നിന്ന് ദൈവത്തിന്റെ തേജസ്സിനെ പരിജ്ഞാനം പ്രാപിക്കുവാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആണ് ചെയ്തതിനായി സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. രാജ്യവും ശക്തിയും മഹത്വവും എപ്പോഴും അങ്ങയുടെ തന്നെ, യേശു ക്രിസ്തു നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. താങ്ക് യു വെരി മച്ച്. എല്ലാ ദൈവമക്കൾക്ക് നന്ദി അറിയിക്കുന്നു. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നമ്മുടെ ജിബു പാസ്റ്ററിനോടോ അല്ലെങ്കിൽ ലീന സഹോദരിയോടോ ജോസ് പാസ്റ്ററിനോ ഒക്കെ നിങ്ങൾക്ക് അത് എഴുതി കൊടുക്കാം. അവർ എനിക്ക് കൈമാറിയിട്ട് ആ ചോദ്യങ്ങളെ ഞാൻ നാളെ വരുമ്പോഴത്തേക്ക് ഞാൻ അറ്റൻഡ് ചെയ്യാം.